വന്നോരു വാഹനമാണല്ലോ ഖസ്വ മുത്തിനൊട്ടകമല്ലോ തോരാത്ത സങ്കടം വീഴുമ്പോ പൂമുത്തിൻ ചാരത്തീരും നല്ലോ ഖസ്വ വാരിപ്പോണറു നല്ലോ ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ ഖസ്വ മുത്തിനൊട്ടകമല്ലോ ഹിജ്റക്ക് പോകുമ്പോൾ ഇടറാത്ത കാലുമായി കൂടെ നടന്നല്ലോ ഖസ്വ മലകൾ കടന്നല്ലോ ഹിതമെന്തെന്നറിയുമ്പോ ഹിദമത്ത് ചെയ്തിട്ട് ഇഷ്കിൽ ലയിച്ചല്ലോ ഖസ്വ സ്നേഹം ജ്വലിച്ചല്ലോ ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ ഖസ്വ മുത്തിനൊട്ടകമല്ലോ മുത്തിൻ വഫാത്തിൻ്റെ നേരത്ത് കട്ടിലിൻ ചോട്ടിൽ ഇരുന്നില്ലേ ഖസ്വ പൊട്ടി തകർന്നില്ലേ മിഴി രണ്ടും പൂട്ടാതെ മണിമുത്തിന് കൂട്ടാനായി കാത്തു കിടന്നില്ലേ ഖസ്വ നേത്രമടർന്നില്ലേ ആയിരം കൊല്ലങ്ങൾ നബിയെ സ്നേഹിച്ചാലും ഞാൻ കൂടെ എത്തില്ല ഖസ്വ നിൻ സ്നേഹമാകില്ല ആരിലും മായാത്ത ചരിതം രചിച്ച നീ സ്വർഗത്തിലും മുല്ല മുത്തിൻ്റെ അരുകിന്ന് മാറിയില്ല ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ ഖസ്വ മുത്തിനൊട്ടകമല്ലോ തോരാത്ത സങ്കടം വീഴുമ്പോ പൂമുത്തിൻ ചാരത്തീരും നല്ലോ ഖസ്വ വാരി പുണറു നല്ലോ ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ ബഹുമാന്യനായ അബ്ദുള്ള കുഞ്ഞ് ഹാജി അവർകൾ ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ മഹനീയമായ മജ്ലിസിനെ വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് അർത്ഥവത്തായ ഒരു ഭാഷണം നടത്തി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യരായ സയ്യിദ് മുഹമ്മദ് മദനി തങ്ങൾ അവർകൾ ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ മഹനീയമായ മജ്ലിസിലിരിക്കുന്ന ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഹാജി തങ്ങൾ അൽഹംദുലില്ലാഹ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ പരിപാടി ആലുവയിലായിരുന്നു. അവരോട് പറഞ്ഞ് തങ്ങന്മാരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ മാറ്റി തന്നതാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് ഇവിടെ വരാൻ കഴിഞ്ഞു. അപ്പോൾ തങ്ങളുടെയൊക്കെ ഒരു സ്നേഹബന്ധമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിശുദ്ധവും പരിപാവനവുമായ പള്ളിയുടെ
ഖത്തീബ് ഉസ്താദ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യന്മാർ, ഉലമാക്കൽ, ഉമറാക്കൽ, ഈ നാട്ടിലെ നല്ലവരായ കാരണവന്മാർ, സഹോദര സഹോദരിമാർ, എൻ്റെ കരളിൻ്റെ കഷണങ്ങളായ പ്രിയപ്പെട്ട യുവാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, സഹോദരങ്ങൾ, മക്കൾ, കൂട്ടുകാർ, സഹപാഠികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു തആല കൊടുക്കട്ടെ. ഈ മഹനീയമായ മജ്ലിസിൽ ഇരിക്കുന്ന ആരുടെയെങ്കിലും ശരീരങ്ങളിൽ ക്യാൻസർ പോലത്തെ രോഗത്തിൻ്റെ അണുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന മഹാനുഭാവൻ്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആജിലായ കാമിലായ ഷിഫ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹനീയമായ മജ്ലിസിലിരിക്കുന്ന ഓരോ സെക്കൻഡുകളും അല്ലാഹുവിൻ്റെ നിഅമത്തുകൾ ലഭിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഒരുപാട് നേരം നിങ്ങളിരുത്തിയിട്ട് പ്രയാസപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഒന്നാമത്തെ ദിവസം കൂടെ ആയതുകൊണ്ട് ഒരുപാട് നേരത്തെ ഈ മഹനീയമായ മജ്ലിസിൽ വന്നവരുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാനുഭാവന്റെ ചാരത്താണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. എന്നാൽ ഈ വഅലിന്റെ മജ്ലിസിൽ എല്ലാവർക്കൊന്നും വന്നിരിക്കാൻ പറ്റണമെന്നില്ല. മഹാനിൻ്റെ ഭാഗത്ത് എല്ലാവർക്കും വന്ന് ദുആ ചെയ്യണമെന്നും പറ്റണമെന്നില്ല, ദുആ ചെയ്യാൻ പറ്റണമെന്നുമില്ല. നമ്മളിവിടെ വഅദ് പറയുമ്പോഴും അല്ലെങ്കിൽ സ്വലാത്തുകൾ ചെല്ലുമ്പോഴും ദിക്റുകൾ ചെല്ലുമ്പോഴും നമ്മുടെ വഅദിനേക്കാൾ ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ഇതിൻ്റെ പുറത്തുണ്ടാകും. അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് അല്ലാഹു സ്വർഗം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലാഹു അവനെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കുമെന്നാണ്. നിങ്ങളിലൊക്കെ അല്ലാഹു എന്തൊക്കെയോ നന്മകൾ ഉദ്ദേശിച്ചു, ആ ഒരു നന്മകൾക്ക് വേണ്ടിയിട്ട് അല്ലാഹു നിങ്ങളെ ഈ മഹനീയമായ മജ്ലിസിൽ അല്ലാഹു എത്തിപ്പിച്ചത്. നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയും. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ചിന്തിക്കാത്തവർക്ക് അല്ലാഹു നരകം കൊടുക്കുന്നു. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അല്ലാഹു നരകത്തെ ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അധികം മനുഷ്യർക്കും ജിന്നുകൾക്കും വേണ്ടിയിട്ടാണ്. പിന്നെ റബ്ബ് പറഞ്ഞൊരു വാക്കുണ്ട്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അല്ലാഹു തആല ചിന്തിക്കാനുള്ള, പഠിക്കാനുള്ള ഓർമ്മപ്പെടുത്തലുകൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു വഴികളിലൂടെ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ചിന്തിക്കാൻ തന്നെ കഴിയാതെ ദുനിയാവിൻ്റെ ഈ പുറത്തുകൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹ് പറയാണ്, നരകമുണ്ട്, സൂക്ഷിക്കണമെന്ന്. വഹദൈനാഹുൻ നജ്ദൈൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. രണ്ട് വഴികളെ അല്ലാഹു തആല മനുഷ്യനിക്ക് തുറന്നു നൽകിയിട്ടുണ്ട്. തഫ്സീറുകളിൽ കാണാം, അൽ ഖൈരി വശർറ്, ഒന്ന് നന്മയുടെ വഴി, ഒന്ന് തിന്മയുടെ വഴി എന്ന് പറയുമ്പോൾ ഇതേപോലെയുള്ള ഔലിയാക്കളുടെ വലിയന്റെ ചാരത്തേക്ക് നമ്മൾ വന്നവരാണ്. അതിൽ ചിന്തിച്ചുകൊണ്ട് പടച്ചവനെ ഒരുപാട് ബഹുമാനിക്കേണ്ടുന്നവർ, ആദരവ് കൊടുക്കേണ്ടുന്നവർ, ഇഷ്ടം കൊടുക്കേണ്ടുന്നവർ. അതുമാത്രവുമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പാരമ്പര്യമുള്ള ബഹുമാനപ്പെട്ട സയ്യിദന്മാരൊക്കെ നിറഞ്ഞിരിക്കുന്ന മജ്ലിസുകൾ. അല്ലാഹുവേ, ഞാൻ അങ്ങനെ പോകാതിരുന്നാൽ എൻ്റെ അവസ്ഥ എന്താണ്? അല്ലാഹു ഇത് കാണുന്നുണ്ട്, അല്ലാഹുവിൻ്റെ മാലാകമാരത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഏതായാലും ഈ മജ്ലിസിലേക്കൊന്ന് കടന്നു വന്നിരിക്കുകയാണ്. ചിലര് ചിന്തിക്കും, അവിടെ വഅദ് നടക്കും, തങ്ങന്മാര് വരും, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ ഉണ്ടാകും, ഞങ്ങൾ ഈ ചന്തയിലും അങ്ങാടിയിലുമായി ഞങ്ങൾ ഉണ്ടാകും. അതാ പറഞ്ഞ എന്താണ്, അയിൽ ഖൈരി വശർ, ചിന്തിക്കാനുള്ള മനസ്സ് അല്ലാഹു തന്നിട്ടുണ്ട്. നന്മയുടെയും തിന്മയുടെയും വഴികളെയും അല്ലാഹു തന്നിട്ടുണ്ട്. കൂടി പോയാൽ 1-1.5 മണിക്കൂർ ഇതുപോലത്തെ മജ്ലിസുകളിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഒരു 10 സ്വലാത്തെങ്കിലും നമ്മൾ ചൊല്ലും. അതിവിടത്തെ ഒരു കഥ മാത്രമല്ല. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട ഹാദി തങ്ങൾക്കൊക്കെ അറിയാം,
ഒരുപാട് പ്രാവശ്യം മാസങ്ങളോളം ഈ ഭാഗത്ത് വാള പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഊറൂസിന്റെ ഓരോ ഭാഗങ്ങളായി വരുമ്പോ വഅലിന്റെ മജ്ലിസിനേക്കാൾ ആളുകൾ അങ്ങാടിയിൽ കറങ്ങുന്നുണ്ടാകും. വെറുതെ പറഞ്ഞല്ല, കണ്ടത് പറയാൻ. നീ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, കണ്ടത് പറയാൻ. നന്മയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ നോക്കണം. അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ മുത്തായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. സ്വഹാബാ, എല്ലാവരും പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്കൊന്ന് കടന്നു വരണം. അവിടെ ഇരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് മദീന പള്ളിയുടെ ഈ മസ്ജിദുൻ നബവിയുടെ ചാരത്തോടെ കടന്നു പോയി എല്ലാ സ്വഹാബത്തിനെയും മസ്ജിദുൻ നബവിയിലേക്ക് വരാൻ പറയോ. അലിയാർ തങ്ങളെ കൂടെ കൂട്ടിക്കോ. അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും കടന്നു പോവുകയാണ്. കാണുന്ന സ്വഹാബത്തിനോട് മുഴുവൻ പറയുന്നു, നിങ്ങളെ മുഴുവനും ഹബീബ് വിളിക്കുന്നേ, എല്ലാവരും മസ്ജിദുൻ നബവിയിലേക്കൊന്ന് കടന്നു പോകുമോ. ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ആ സവിധത്തിലേക്ക് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. അല്ലാഹുവേ, സ്വഹാബത്ത് മുഴുവനും വട്ടമിട്ടിരിക്കുകയാണ്. എല്ലാവരും നബി തങ്ങളുടെ പൊൻവർണ്ണ ചുണ്ടുകളിലേക്ക് നോക്കുകയാണ്. ആ റസൂലുള്ളാഹിന്റെ ചിരി കാണാ, റസൂലുള്ളാഹിന്റെ വട്ടമുഖം കാണാ, റസൂലുള്ളാഹിന്റെ നടത്തം കാണാ. സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹു മുഴുവനും നോക്കിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ഉമറേ, 2 ദിവസങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയുടെ ഉള്ളിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ട് ഒരു ചോദ്യം എന്നോട് ചോദിച്ചല്ലോ ഉമറേ. ആ ഒരു ചോദ്യം ഏതാണ് എന്നൊന്ന് ചോദിക്കാമോ ഉമറേ? ഈ നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ നിങ്ങളൊന്ന് ചോദിച്ചു പോയാ ഇവിടെ ഇരിക്കുന്നവർക്ക് മുഴുവനും അതൊരു പാഠമാണ് സ്വഹാബാ. ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട നബിയേ, ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് ബാപ്പാനെ വിട്ട് പിരിയുമല്ലോ, ഉമ്മയെ വിട്ട് പിരിയുമല്ലോ, സഹോദരങ്ങളെ വിട്ട് പിരിയുമല്ലോ, കൂട്ടുകാരെ വിട്ട് പിരിയുമല്ലോ, കൂടപ്പുറപ്പുകളെ വിട്ട് പിരിയുമല്ലോ. അങ്ങനെ എല്ലാവരെയും വിട്ട് പിരിയുന്ന ഒരു സമയം വരാനുണ്ടല്ലോ നബിയേ. അങ്ങനെ വിട പറയുന്ന ഒരു സമയത്ത് അല്ലാഹികം മസ്റൂറാ, നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയണമല്ലോ. ഉമ്മ കരഞ്ഞാലും ബാപ്പ കരഞ്ഞാലും സഹോദരങ്ങൾ കരഞ്ഞാലും പ്രിയപ്പെട്ടവർ കരഞ്ഞാലും ആര് കരയട്ടെ, അല്ലാഹികം മസ്റൂറാ, നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയണമല്ലോ. അതിന് എന്ത് വേണമെന്ന് നബിയെ അവിടന്ന് പഠിപ്പിക്കോ ഹബീബേ. ഉടൻ തന്നെ ഹബീബായ തങ്ങള് സ്വഹാബത്തിനോട് അരികത്തിരിക്കാൻ പറയുമ്പോ സ്വഹാബത്ത് മുഴുവനും അരികിലേക്കൊന്ന് ചേർന്നിരിക്കുകയാണ്. ചേർന്നിരുന്നിട്ട് നബി തങ്ങൾ പറയാ, സ്വർഗമുണ്ട് സ്വഹാബാ, നരകമുണ്ട് സ്വഹാബാ, മരണമുണ്ട് സ്വഹാബാ. ഓരോന്നും വിളിച്ചു പറയുകയാണ്. എല്ലാ
പറഞ്ഞിട്ട് നബിതങ്ങൾ പഠിപ്പിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നാൽ ആര് കരഞ്ഞാലും ആര് സങ്കടപ്പെട്ടാലും ആര് ദുഃഖിച്ചാലും നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കാൻ പറ്റുമല്ലോ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയം തന്നെ മരണം മൗനിയായ ഉപദേശകൻ എന്നാണ്. ഇതിന്റെ സമാപനത്തിൽ നമ്മുടെ കണ്ണു നിറഞ്ഞിട്ട് വേണം പിരിഞ്ഞു പോകാൻ. ഹബീബായ തങ്ങൾ പറഞ്ഞ സങ്കടത്തിന്റെ കണ്ണീരിന്റെ ഭാഗമുണ്ട്. അത് കഴിഞ്ഞിട്ടാ നമ്മൾ ഇവിടെ നിന്ന് ദുആ ചെയ്ത് പിരിയാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സ്വഹാബാ, അല്ലാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കുമോ? ഹബീബായ തങ്ങളുടെ പൊരുത്തം നേടിയെടുക്കുമോ? പിന്നീട് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം നിങ്ങൾ നേടിയെടുക്കുമോ? എനിക്ക് അല്ലാഹുവേ, എനിക്ക് തോന്നുകയാണ് ഒരു പ്രാവശ്യം ഇതുപോലെ കടന്നു വന്നപ്പോ ഉമ്മാനെ പറ്റി വാപ്പാനെ പറ്റി ഇവിടെ വഅദ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്. എന്നാലും അന്ന് പറഞ്ഞ ഒന്നും ഇന്ന് ഞാൻ പറയില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, മർമ്മപ്രധാനമായിട്ട് ഇവിടെ പറയാറുള്ള ഒന്നാമത്തെ കാര്യം അതൊന്നും ഓടിച്ചു പോകത്തേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് റിദൽ വാലിദൈൻ, ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം നേടിയെടുക്കലാണ്. ഉമ്മാന്റെ പൊരുത്തമുണ്ടോ? ബാപ്പയുടെ പൊരുത്തമുണ്ടോ? റസൂലുള്ളാന്റെ പൊരുത്തം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അല്ലാഹുവിന്റെ പൊരുത്തം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. ഈ കാലഘട്ടം മോശമാ. വീടിന്റെ കത്തട്ടിലെ വാപ്പമാര് സങ്കടപ്പെടുന്നൊരവസ്ഥയാ, ഉമ്മമാര് സങ്കടപ്പെടുന്നൊരവസ്ഥയാ. ചെറുപ്പകാലത്ത് ഉമ്മ നൽകിയ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തെ മറക്കുന്ന മക്കളാണ്. ബാപ്പ നൽകിയ സ്നേഹത്തെ മറക്കുന്ന മക്കളാണ്. ഇവിടെ ഇരിക്കുന്ന കരളിന്റെ കഷണങ്ങളായ എന്റെ ചെറുപ്പക്കാരാ, ഞാനും നിങ്ങളും എപ്പോഴാണ് മരിക്കുന്ന എന്നറിയില്ലല്ലോ. ഇന്നിവിടെ ഇരുന്നു കൊണ്ട് വഅദ് കേൾക്കുന്ന നിങ്ങള് നാളത്തെ വഅദിന്റെ മജ്ലിസിൽ വരുമെന്ന് പറയാൻ പറ്റോ? ഉമ്മയെ കാണുമെന്ന് പറയാൻ പറ്റോ? ബാപ്പയെ കാണുമെന്ന് പറയാൻ പറ്റോ? പ്രിയപ്പെട്ടവരെ കാണുമെന്ന് പറയാൻ പറ്റോ? നാളെ കൂടെ കഴിഞ്ഞിട്ട് ഉമ്മാന്റെ പൊരുത്തം നേടാ, നാളെ കഴിഞ്ഞിട്ട് ബാപ്പയുടെ പൊരുത്തം നേടാ എന്ന് പറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ, അതുവരെ നീ ജീവിച്ചിരിക്കുമെന്ന് പറയാ നിനക്ക് കഴിയോ? പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ കരളിന്റെ കഷണങ്ങളായ എന്റെ ചെറുപ്പക്കാരോടാണ് ഞാൻ ആദ്യം പറയാം. ആദ്യം തന്നെ നബിതങ്ങൾ അള്ളാന്റെ ഹബീബിന്റെ പൊരുത്തം മേടിക്കണം, ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തം മേടിക്കണം. നിങ്ങൾക്ക് നല്ലതുപോലെ മരിക്കാം. ഇത് വലിയ വിഷയമാണ്, ഞാൻ ഓടിച്ചു പോവാൻ. ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തം വേണ്ടി ചിലർ ചിന്തിക്കുന്ന എന്തെന്നറിയോ? 20 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 26 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇപ്പോഴൊന്നും പോകൂല. ചെറുപ്പക്കാരെ ഇരിക്കുന്ന ഇരിപ്പിന് പോയ എത്ര ആൾക്കാരല്ലേ? ഇപ്പോഴൊന്നും മരിക്കൂലല്ലോ. ജയം നിന്നിൽ മാത്രമല്ല, ജനനം നിൻ കുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. ഒരുപാട് അമ്പിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ, അവരെല്ലാം മൗത്തായില്ലേ. ആഴം കബറിലല്ലേ. മരിക്കാതിരിക്കുമെങ്കിൽ ജീവിച്ചിരിക്കാമെങ്കിൽ മുത്ത് റസൂലവിടെ, ഉത്തമ നബിയവരെ. ചിലർ ചിന്തിക്കുന്ന എങ്ങനെയാണ്? ഇനിയും വർഷങ്ങളോളം ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ ചിന്തിക്കുന്ന എങ്ങനെ? അല്ലാ, വർഷമൊന്നും ആയിട്ടില്ല. 20 വയസ്സ് പ്രായം, 22 വയസ്സ് പ്രായം, എവിടെയും എത്തിയിട്ടില്ല. അതുകൊണ്ട് കുറെ കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ, കുറച്ച് തെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഉമ്മാനെ വാപ്പാൻ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, 20 വയസ്സല്ലേ ആകുള്ളൂ. ഇനി എത്ര, എൻ്റെ വാപ്പാൻ്റെ വാപ്പക്ക് എത്ര വയസ്സാ, ഉമ്മാൻ്റെ ഉമ്മ എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്.
പൊന്നാര കൂട്ടുകാരാ, നിങ്ങളെ കണക്കുള്ള എത്ര ചെറുപ്പക്കാരാ ഇന്ന് മണ്ണിൽ ഉള്ളത്? ഇവിടെ ഒരുപാട് കബറുകളുണ്ട്. ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൻ്റെ ചെറുപ്പക്കാരുണ്ടായേക്കാം. ഇന്നിങ്ങോട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഇവിടെ അടുത്തൊരു 17 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെയൊക്കെ അവസ്ഥ. എൻ്റെയും നിങ്ങളുടെയൊക്കെ അവസ്ഥ അത്രയേ ഉള്ളൂ. ചിന്തിച്ചു നോക്കിക്കേ, മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവിക്കാതിരിക്കണം, ഇല്ലേ? ഇല്ല ഒരാൾക്കുമില്ല അധികം ജീവിതമില്ല, എല്ലാ ഒരുവൻ വിധി, എല്ലാവർക്കുമുള്ള വിധി. ഇല്ല ഒരാൾക്കുമില്ല അധികം ജീവിതം ഇല്ല, എല്ലാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ഞാനും നിങ്ങളും എപ്പോഴാണ് പിരിയുന്ന എന്നറിയില്ല. എൻ്റെ ചെറുപ്പക്കാരാ, പിരിയുന്നതിൻ്റെ മുമ്പ് ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തമൊന്ന് നേടിയെടുത്തോ. അവർ തന്നുപോയ സ്നേഹത്തിനു പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ലല്ലോ. ഈ പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പറുദീസയിലൂടെ പാറി പറന്നുകൊണ്ട് കടന്നു പോകുമ്പോ ഉമ്മാനെ മറക്കുന്ന മക്കളാ, വാപ്പയെ മറക്കുന്ന മക്കളാ. വാപ്പമാരെ, കാലഘട്ടം മോശമാണ്. വാപ്പമാരെ, ഈ കാലഘട്ടം മോശമാണ്. മനസ്സിരുത്തിയിട്ട് എൻ്റെ പൊന്നു വാപ്പമാര് ദുആ ചെയ്തോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. വാപ്പമാരോട് പ്രത്യേകിച്ച് പറയാ, മുടക്കല്ലേ വാപ്പ. ഇന്ന് പോലും ബാപ്പാന്റെ കരണത്തടിച്ച മകന്റെ വാർത്ത വായിച്ചവരാണ്. ബാപ്പയോട് വഴക്കിടുന്ന മക്കളുടെ കഥ കേട്ടവരാണ്. ഫേസ്ബുക്കിലൂടെ ഇന്നത്തെ ദിവസം ഈ കാസർഗോഡിന്റെ മണ്ണിൽ നമ്മൾ അറിഞ്ഞു പോയതാണ്. വാപ്പാന്റെ മുഖത്തേക്ക് പേന കൊണ്ട് കുത്തിയ മകന്റെ കാലമാ. അതുകൊണ്ട് വാപ്പാ സൂക്ഷിക്കണേ. റബ്ബനാ, ഞങ്ങളെ പടച്ചു പരിപാലിക്കുന്ന അല്ലാ, ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ മക്കളിൽ ഭാര്യമാരിൽ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. കൊച്ചുമക്കളാണെന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ ഇരിക്കരുത്. എൻ്റെ മകന് 6 വയസ്സല്ലേ പ്രായമായുള്ളൂ, 7 വയസ്സല്ലേ പ്രായമായുള്ളൂ, കുറച്ചുകൂടെ വളർന്നു വരട്ടെ. പോരാ പോരാ, മക്കള് കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ ഈ ഇരിക്കുന്ന മുഴുവൻ വാപ്പമാരും ദുആ ചെയ്യാനാ. അല്ലാ, കണ്ണിന് കുളിർമയുള്ള മക്കളെ തരണയല്ലാ. 40 വയസ്സായ വാപ്പമാര് ഖുർആനിന്റെ ഒരായത്ത് പതിവാക്കണം. വഅസ്ലിഹി ലീ ഫീ ദുർരിയതി. മക്കള് പ്രായപൂർത്തിയായിട്ട് കടന്നു വരികയാണ്. 12 വയസ്സ് കഴിഞ്ഞു, 13 വയസ്സ് കഴിഞ്ഞു, 14ാമത്തെ വയസ്സിലേക്ക് ആൺമക്കളും പെൺമക്കളും കടന്നു വരികയാണ്. എന്നാൽ ഉമ്മയും ബാപ്പയും പതിവാക്കണേ, വഅസ്ലിഹി ലീ ദുർരിയതി. ഇത് ഖുർആനിന്റെ ആയത്താണ്. പടച്ചവനെ, ഈ കാലഘട്ടത്തിലൂടെ വളർന്നു വരുന്ന മക്കള്, പടച്ച റബ്ബേ, 10 വയസ്സുള്ള മകനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, 12 വയസ്സുള്ള മകനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് റബ്ബേ, വഅസ്ലിഹി ലീ ദുർരിയതി. അല്ലാ, എൻ്റെ കുട്ടിയെ നന്നാക്കി തരണേ പടച്ചോനെന്നാ. ഇത് ഖുർആനിന്റെ ആയത്താണ്. മക്കൾക്ക് പ്രായമായി വരുമ്പോഴും വാപ്പ 40 വയസ്സിലേക്ക് കഴിയുമ്പോഴും ഏതൊരു വാപ്പന്റെ ഹൃദയത്തിന്റെ ഉള്ളിലും ഈ ദുആ ഉണ്ടാവണം. ആ ദുആ നമ്മുടെ ഖൽബിലേക്ക് വരുമ്പോൾ നാളെ നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയമായ നമ്മുടെ മക്കൾ വരും, പടച്ചോനെ എൻ്റെ വാപ്പല്ലേ കിടക്കുക, വാരിയെടുക്കും. മലവും മൂത്രം ഉണ്ടെങ്കിൽ അവർ നോക്കൂല, റബ്ബേ എൻ്റെ ഉപ്പയാണ്, അല്ലാ എൻ്റെ കൊച്ചിനെ നന്നാക്കി തരണേ, അല്ല എൻ്റെ കുട്ടിയെ നന്നാക്കി തരണേ, അല്ല. വാപ്പമാരെ വെറുതെ എന്തേ നമ്മൾ എത്രയോ വർത്താനം പറയുന്നുണ്ട്.
അതിൻ്റെ ഇടയിൽ ഒരു വരി, ഒരൊറ്റ വരി, പടച്ചോനെ എൻ്റെ മകന് ഇല്ലേ 20 വയസ്സുള്ള മകനുണ്ട്, 26 വയസ്സുള്ള മകനുണ്ട്, ഒരൊറ്റ വരി ഈ ദുആ അള്ളാന്റെ ഖുർആനാണ്. നിങ്ങളുടെ മക്കളെ മാറ്റിമറിക്കാതിന് കഴിവുണ്ട്, നല്ല മക്കളാക്കി തരും. ബാങ്ക് കേൾക്കുമ്പോൾ ഓടി വരുന്ന ചെറുപ്പക്കാരാവും നിങ്ങളുടെ മക്കൾ, ഉറപ്പാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് നല്ല മക്കളെ നമുക്ക് വേണമല്ലോ. പക്ഷേ ഈ കാലഘട്ടം മോശമാ. മരണത്തെപ്പറ്റി ഞാൻ എവിടെയും എത്തിയിട്ടില്ല. നമ്മുടെ കണ്ണു നിറയുന്ന ചരിത്രങ്ങൾ ഇവിടെ പറയാറുണ്ട്. അതിൻ്റെ മുമ്പായിട്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരെ. ഒരേ ഒരു ചരിത്രം മാത്രം പറഞ്ഞിട്ട് മരണത്തിലേക്ക് വരികയാണ്. ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ ഇരിക്കുമ്പോ മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ആ സമയം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഫബക്കാ ബുകാഅൻ ശദീദാ, കരഞ്ഞ് കരഞ്ഞ് കലങ്ങുകയാണ്. ചോദിച്ചു സഹൽ റളിയല്ലാഹു അൻഹു, അല്ല മുആദ് ബിൻ ജബലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിങ്ങളുടെ തേങ്ങൽ കേൾക്കുമ്പോ അറിയാതെ കണ്ണു നിറയുന്നല്ലോ, അറിയാതെ മനസ്സ് പിടയുന്നല്ലോ. അതുകൊണ്ട് പറയാമോ മുആദ് ബിൻ ജബലേ റളിയല്ലാഹു അൻഹുമാ അങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോ മഹാനായ സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ ചുമരില് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വന്ന് തട്ടുകയാണ്. അവിടെ ഇരിക്കുമോ മോനെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഒന്ന് മുഖമൊന്ന് കഴുകിയിട്ട് വന്നിട്ട് സഹൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, വീടിന്റെ അകത്തട്ടിൽ ഉമ്മയുണ്ടോ? വീടിന്റെ അകത്തട്ടില് പൊന്നുമോന്റെ ബാപ്പയുണ്ടോ? സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ടല്ലോ, അവരെന്റെ ജീവന്റെ ജീവനാ, അവരെന്റെ ജീവന്റെ ജീവനാ. മോനെ നിനക്ക് പറയാൻ പറ്റുമോ, നിന്റെ കുഞ്ഞായിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നിന്റെ ഉമ്മയോ നിന്റെ ബാപ്പയോ നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു നന്മയെ പറ്റി പറയാൻ പറ്റുമോ? ഇന്നിവിടെ ഇരിക്കുന്ന ഈ പരിശുദ്ധമായ മഹനീയമായ മജ്‌ലിസിൽ ഇരിക്കുന്ന വാപ്പമാര് മക്കൾക്ക് എത്ര നന്മ ചെയ്തവരാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് മക്കൾക്ക് എത്ര നന്മ ചെയ്തവരാ. അവര് പോലും അറിയാതെ നന്മകളുടെ കൂമ്പാരങ്ങളായിട്ട് നമ്മുടെ ഓരോ വാപ്പമാരും ഉമ്മമാരും ചെയ്തിരുന്നവരാണ്. മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു പറയാ, ഒരു ദിവസം എനിക്ക് പനി പിടിക്കുകയാണ്, എനിക്ക് തലവേദനിക്കുകയാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തട്ടിൽ കിടക്കുമ്പോ നേരം വെളുത്ത് പനി പിടിച്ച് വിറക്കുന്ന എൻ്റെ മുമ്പില് എൻ്റെ ഉമ്മ കടന്നു വരുന്ന ഒരു വെട്ടമല്ല, 2 വെട്ടമല്ല, 3 വെട്ടമല്ല, പാതിരാത്രിയാകുന്ന ഒരു സമയമുണ്ട്. പാതിരാത്രിയില് ഞാൻ കണ്ണു തുറക്കുമ്പോ ഉറക്കമില്ലാതെ എൻ്റെ ഉമ്മ എൻ്റെ ചാരയിരിക്കുകയാണ്. കണ്ണു തുറന്ന പാടെ ചോദിക്കുന്നു, മോനെ ഉമ്മാന്റെ കുട്ടിക്ക് പനി കുറവുണ്ടോ? തലവേദന കുറവുണ്ടോ? ഉമ്മ ഒരുപാട് മന്ത്രിച്ചു മോനെ. മക്കൾക്ക് പനിയാണെന്നറിഞ്ഞ, മക്കൾക്ക് തലവേദനയാണെന്നറിഞ്ഞ ഉമ്മമാർക്ക് അറിയാവുന്ന ദിക്റുകളും ദിക്കെല്ലാം ഖുർആൻ അവർ ഓതിക്കൊണ്ട് കടന്നു വരാറുണ്ട്, അവർക്ക് മന്ത്രിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഉമ്മമാരാണ്. എൻ്റെ ഉമ്മാന്റെ ഓർമ്മ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരികയാണ്. ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അതാ കടന്നു വരുന്ന മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വല്ലാത്ത സങ്കടത്തിലാ. ചെറുപ്പത്തിലെ വാപ്പ വിട പറഞ്ഞു പോയി, യതീമാ. നമ്മുടെ നാടുകളിൽ ഒരുപാട് എത്തീമക്കളുണ്ട്, നമ്മൾ അവരൊന്നും വലിയ കാര്യമാക്കൂല. എത്തീമക്കളാണെങ്കിൽ ചില വാപ്പമാര് പറടാ നീ അവന്റെ കൂടെ പോയിട്ട് കളിക്കരുത്, ഇല്ലേ? എത്രയോ പാവപ്പെട്ട എത്തീമക്കള് അവരുടെ കുടുംബത്തിന്റെ സങ്കടങ്ങൾ അറിയാം. ചില മക്കൾ എന്നെ പറഞ്ഞിട്ടുണ്ട്, വാപ്പ ഇല്ലാത്തോണ്ട് അവന്റെ ഉമ്മ എന്നെ കൂടെ കളിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ മക്കൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എത്ര എത്തീമക്കളുണ്ടല്ലേ കീറിപ്പറഞ്ഞ വേഷത്തിൽ. ഇനിയിപ്പോ പെരുന്നാൾ വരാൻ, ഇന്നിപ്പോ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഉസ്താദെ സ്കൂൾ തുറക്കാണ്, ഒന്നുമില്ല.
സ്കൂൾ തുറക്കാണ്, ഒന്നും പേടിക്കാനില്ല, നിവൃത്തിയില്ല, എന്താ ചെയ്യാന്നറിയില്ല, ദുആരക്കണം. ഞാൻ പറഞ്ഞു ദുആയൊക്കെ ചെയ്യാം. അങ്ങനെ എത്ര ആളുകളാണ്, എത്ര ആളുകളല്ലേ. യത്തീമെന്നെ പലരും വിളിച്ച് എത്ര രാവിൽ വിശപ്പൂ സഹിച്ച് കീറിപ്പറിഞ്ഞ മുഷിഞ്ഞോരുടുപ്പിൽ ഞാൻ ഏറെ നാളായി ഞാൻ നാണം മറച്ച് ആട്ടമില്ലൊറ്റ പാട്ടില്ലെനിക്ക് കൂടെ കളിക്കാൻ ഒരാളില്ലെനിക്ക്. യത്തീമാണെന്നറിഞ്ഞ ചില ഉമ്മയും വാപ്പയും പറയടാ അവന്റെ വാപ്പല്ലാത്തവനാണ്, അവന്റെ ഒരു സ്വഭാവം ശരിയല്ല, അവനോടൊപ്പം നിങ്ങൾ കളിക്കണ്ട എന്ന് പറയുന്ന മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഞാൻ ഇത് പറഞ്ഞത് മഹാനായ ഉമൈർ തങ്ങളുടെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി, യത്തീമാൻ. എന്നാൽ ഒരു മാസത്തിന്റെ മുമ്പ് മദീന പള്ളിയുടെ ചാരെ ഒരു ഖബർ കൂടെ വന്നു. അത് ഉമൈർ ഇബ്നു ഹുവാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മാന്റെ ഖബറ. ഉടൻ തന്നെ ചോദിക്കുകയാണ്, സഹല തങ്ങൾ ചോദിച്ചു, മോനെ ഉമൈറേ, മോന്റെ ഉമ്മ ചെയ്ത ഏതെങ്കിലും നന്മ പറയാൻ പറ്റുമോ? ഉടൻ തന്നെ പറഞ്ഞു, വല്ലാ റബ്ബിനെ തന്നെയാണ് സത്യം, അത് ഒന്നല്ല രണ്ടല്ല, എനിക്കൊരുപാട് പറയാനുണ്ട് എന്നവിടെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എൻ്റെ ഉമ്മമാരോട് പറയാ, എൻ്റെ ചെറുപ്പക്കാരോട് പറയാ, അവർ നമുക്ക് തന്നിട്ടുള്ള സ്നേഹത്തിന് പകരം കൊടുക്കാ ഒന്നുമില്ല ചെറുപ്പക്കാരാ. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഒരുപാട് പണം കൊടുത്തെന്ന് പറഞ്ഞ് കാര്യമായില്ല, ഉമ്മാക്കൊരുപാട് സമ്പത്ത് കൊടുത്തെന്ന് പറഞ്ഞ് സ്നേഹമായില്ല, അല്ലെങ്കിൽ ഉമ്മാക്കൊരുപാട് നന്മകൾ ചെയ്തു, ബാപ്പാക്കൊരുപാട് സമ്പത്ത് കൊടുത്തു. ഞാനെന്ന് പറയട്ടെ, മാലിക് ദീനാറിന്റെ മണ്ണല്ലേ ഇത്? അവിടെ നിന്ന് തുടങ്ങിയ കാസർഗോഡിന്റെ മണ്ണ് മുതൽ അങ്ങോട്ട് എത്രയോ പടച്ചവന്റെ ഔലിയാക്കളുണ്ട്. അല്ലാഹുവേ, അവിടെയൊക്കെ കടന്നു പോകുന്ന നാട്ടുകാരാണ് കാസർഗോട്ടുകാര്. സ്നേഹിച്ചാ നല്ലതുപോലെ സ്നേഹിക്കുന്നവരാ. അങ്ങനെ ഉള്ള നിങ്ങളോടാ ഞാൻ ഈ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പോകാറുണ്ട് മാലിക് ദീനാറിന്റെ മുറ്റത്ത്, ബഹുമാനപ്പെട്ട ഇവിടെ കിടക്കുന്ന സയ്യിദിന്റെ മുറ്റത്ത്, അതുപോലെ നമ്മുടെ നാടിന്റെ നാനാഭാഗത്തുള്ള ഔലിയാക്കളുടെ മുമ്പിൽ. എന്തേ കാരണം? ജീവിതത്തിൽ പ്രയാസങ്ങളാണ്, ജീവിതത്തിൽ സങ്കടങ്ങളാണ്, കടങ്ങളാ. എന്തേ ചെറുപ്പക്കാരാ അവരുടെയൊക്കെ മുന്നിൽ പോയിട്ടും നിന്റെ കടം മാറാത്തത്, നിന്റെ വേദന മാറാത്തത്, നിന്റെ ദുഃഖം മാറാത്തത്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ നിന്നെ സ്നേഹിക്കണോ? അള്ളാഹുവിന്റെ ഔലിയാക്കൾ നിന്നെ ഇഷ്ടപ്പെടണോ? നീ ചെല്ലുമ്പോ രണ്ട് കൈയും നീട്ടി നിന്നെ സ്വീകരിക്കണോ? നിന്റെ വീടിന്റെ ഉള്ളിൽ നിന്റെ കൺമുമ്പിലൂടെ നടക്കുന്ന നിന്റെ ബാപ്പയുണ്ടല്ലോ, ആ ശരീരം ചുക്ക് ചുളഞ്ഞു പോയാ, താടി നരച്ചു പോയാ, നിന്നെ പോലെ കാണാൻ സൗന്ദര്യമില്ലാത്ത, നിനക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്ന ആ പ്രിയപ്പെട്ട ബാപ്പയുണ്ടല്ലോ, അവര് നീ കാരണം കരയല്ലേ, നീ കാരണം സങ്കടപ്പെടല്ലേ, നീ കാരണം ദുഃഖിക്കുന്നവരാകല്ലേ. അങ്ങനെ അവരെ വെറുപ്പിച്ചിട്ട് കാസർഗോഡെന്ന് മാത്രമല്ല, ഏർവാടിയിലെന്ന് മാത്രമല്ല, എന്തിനേറെ അള്ളാന്റെ ഹബീബ്, ലോകത്തിന്റെ മണിമുത്ത് മദീന മുനവ്വറയിലുള്ള മദീനത്തിന്റെ വസന്തമേ, മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കടന്നു ചെന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദാ ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ഇർതകബതു അലൽ ഖതാ. അല്ലാഹുവിന്റെ നബിയേ, ഒരുപാട് പാപങ്ങളായി തിന്മകളായി വാഹന
വാഹനം കേറിയിട്ട് വന്നവനാണ് നബിയെ. എത്രയാണ് തെറ്റു ചെയ്തയെന്നറിയില്ല. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, കാലുകൊണ്ട്, കൈകൊണ്ട്, കൽബുകൊണ്ട് ആയിരക്കണക്കാന പാപത്തിന്റെ പിന്നാമ്പറങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് നബിയേ. ലക്കഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്റെ പരാതി പറയുന്നു നബിയേ, എന്റെ സങ്കടം പറയുന്നു നബിയേ എന്ന് പറഞ്ഞ് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകോട് മദീന പള്ളിയിൽ ആ പച്ചക്കുപ്പയുടെ ചോരത്തേക്കൊന്ന് കടന്നു പോയാൽ നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ബാപ്പയുടെ പൊരുത്തമില്ലാതെ, നമ്മുടെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ മുസ്തഫായ നബി തങ്ങളുടെ മുമ്പിൽ പോയാ റസൂലുള്ള പറഞ്ഞ ഒരു വാക്കുണ്ട്, അനബരീ, എനിക്കവനെ വേണ്ട, ഞാൻ അവനെ ഒഴിവാക്കിയല്ലോ. ഉമ്മാനെ വെറുപ്പിച്ചവനാണോ, ബാപ്പയെ വെറുപ്പിച്ചവനാണോ, എനിക്കവനെ വേണ്ട എന്നവിടന്ന് പറഞ്ഞു പോയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്റെ ചുറുചുറുക്കുള്ള അല്ലാഹു ആരോഗ്യം തന്ന ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ടൊരു ജോലിയുണ്ടല്ലോ, ഇനി ഞാൻ എന്തിന് ബാപ്പയെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ എന്റെ ചെറുപ്പക്കാരിവിടെ ഇരിപ്പുണ്ടോ? മോനെ, പടച്ച തമ്പുരാനിക്ക് പോലും നമ്മളെ വേണ്ട. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഒന്നാമതായിട്ട് പറയുന്നത്, സ്വഹാബാ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ എപ്പം മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് ചൊല്ലി വിട പറയാൻ പറ്റണോ? അള്ളാന്റെ പൊരുത്തവും മുത്തുനബിയുടെ പൊരുത്തവും. എന്നിട്ട് നബി തങ്ങൾ എടുത്തു പറയാ, സ്വഹാബാ, സ്വഹാബാ, ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തവുമില്ലെങ്കിൽ നിങ്ങൾക്ക് വിട പറയുമ്പോ, മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോ നിങ്ങൾക്ക് രക്ഷയില്ലെന്ന് പഠിപ്പിച്ചത് സർവറേ ആലം, സർക്കാരേ മുജസ്സം, താജ്ദാരേ മദീന, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് വേണ്ട, പിരിവൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. നബിയുനാ റസൂലുള്ളാഹി. അവസാനം നമ്മൾ ദ്വാരക്കുമ്പോൾ ഈ എല്ലാ സ്വലാത്തുകളും നമ്മൾ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ദ്വാരക്കുക. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സദസ്സിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഹബീബിൻ്റെ കുടുംബമുണ്ട്. ഇനി ഇതിനേക്കാൾ സന്തോഷം ഇനിയിപ്പോൾ ഏതാ വേണ്ടേ? ഇതിനേക്കാൾ സന്തോഷം ഇനിയിപ്പോൾ ഏതാ വേണ്ടേ? ഇല്ലേ, ഹബീബിനെ കാണണം. മരിക്കണേന് മുമ്പിട്ട് കാണാനുള്ള സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും അള്ളാഹു തആല തരട്ടെ. നിങ്ങളുടെ ആമീനാണ് പവർ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇല്ലേ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓർമ്മ നമ്മുടെ ഖൽബിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും കൊണ്ടുവരണം. ഉമ്മാനെ വാപ്പാനെ മറക്കരുത്. ഒരുപാട് ചരിത്രങ്ങൾ പറയേണ്ടതിലേക്കൊന്നും ഞാൻ പോണില്ല, എന്ന വിഷയം തീരില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? അവരുടെ പൊരുത്തം നമ്മൾ നേടിയെടുക്കണം. എൻ്റെ ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച് പറയാം, വാപ്പാനെ ഒരിക്കലും മറക്കരുത്, വാപ്പയെ ഒരിക്കലും മറക്കരുത്, അവരെ തള്ളിക്കളയരുത്. ഉമ്മാനോട് മിണ്ടും പറയൊക്കെ ചെയ്യുമെങ്കിലും ചില മക്കൾ വാപ്പയോട് മിണ്ടാറേയില്ല. ഈ ഇരിക്കണ വാപ്പമാരോട് പോലും മിണ്ടാത്ത, മാസങ്ങളായി മിണ്ടാത്ത മക്കൾ ഒരുപക്ഷെ വഴക്കുണ്ടായിട്ടോ പിണക്കുണ്ടായിട്ടോ പ്രശ്നം ഉണ്ടായിട്ടോ ഒന്നുമില്ല, ഒരുപാട് മക്കൾ ഈ കൂട്ടത്തിലുണ്ടാവും. ഉണ്ടെങ്കിൽ ഈ രാത്രി ഇൻഷാ അല്ലാഹ് വഅള് കഴിഞ്ഞിട്ട് വാപ്പൻ്റെ കൈ പിടിച്ച് ഒരു മുത്തം കൊടുക്കണം. ആ കൈയൊന്ന് പിടിച്ച് നോക്ക്. നല്ല വെളുത്ത ശരീരവും നല്ല തഴമ്പും. ഈ തഴമ്പ് എങ്ങനെ വാപ്പക്കൊന്ന് സാധാരണ നിസ്കാരത്തിൻ്റെ തഴമ്പ നെറ്റിത്തളത്തിൽ, വാപ്പമാരെ കയ്യിലും തഴമ്പ. എന്തിന്? നിന്നെ നീയാക്കി മാറ്റാൻ വേണ്ടി പാടുപെട്ടതാണ്. ഇന്നല്ലേ ഒരുവിധം ആളുകൾക്ക് വലിയ വീടുകളായത്, വലിയ വലിയ ബിസിനസ്സുകളായതൊക്കെ ഇപ്പോഴല്ലേ. പണ്ട് പാടത്തും പറമ്പത്തും ജോലി ചെയ്തിരുന്നു വാപ്പമാര്. അന്ന് അവരുടെ വിയർപ്പിന്റെ ഗന്ധത്തിന് അത്തറിന്റെ മണമായിരുന്നു. ഇന്ന് പറയും ഇതെന്തോ ഒരു സ്വഭാവം, അത് എന്ത് കോല ചോദിക്കണ മക്കളില്ലേ. പണ്ടിതൊന്നും ഒരു പ്രശ്നമല്ല. ആ ഒരു ചിന്ത നമുക്ക് വേണം. ബാപ്പാനെ മറന്നിട്ട് നമ്മൾ എന്ത് ചെയ്താലും ചിലര് ചിന്തിക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ, ഇമാമും ജമാഅത്തുമായിട്ട് പടച്ചവന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ
ആ നിസ്കാരത്തെ റബ്ബ് സ്വീകരിക്കുമല്ലോ. മോനെ ഉമ്മയോട് മിണ്ടി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നിന്റെ നിസ്കാരം സ്വീകരിക്കൂല. നിന്റെ ബാപ്പയോട് കൂടി മിണ്ടാത്തവനാണോ അല്ലാഹു പറയാ നിന്റെ ഒരമലും എനിക്ക് വേണ്ട, നിന്റെ നിസ്കാരം വേണ്ട, നിന്റെ നോമ്പ് വേണ്ട. ഒരൊറ്റ ചരിത്രം കൂടെ സാന്ദർഭികമായിട്ടും ഓർമ്മപ്പെടുത്തട്ടെ. അത് കഴിഞ്ഞിട്ട് മൗത്തിലേക്ക് നമ്മൾ കടന്നു വരുമല്ലോ. മദീന പള്ളിയുടെ ഉള്ളിൽ ഹബീബായ നബി തങ്ങൾ ഇരിക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പുറത്തുനിന്നൊരു ചെറുപ്പക്കാരൻ പറയുന്നു, എനിക്ക് റസൂലുള്ളാഹിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഹബീബിനെ കാണാ ഒന്ന് അനുവാദം ചോദിക്കാമോ? റസൂലുള്ളാഹിയെ കാണാ ഒന്ന് അനുവാദം ഒന്ന് ചോദിക്കാമോ? എൻ്റെ കൽബിൻ്റെ വേദയൊന്ന് പറയാൻ, എൻ്റെ കണ്ണീര് മാറ്റിയെടുക്കാ, മുത്ത് ത്വാഹാവിൻ വദനവും കാണാൻ, കണ്ട് കരയാനും കൽബിൽ നിറയാൻ, ഒന്നു ചൊല്ലാമോ സിദ്ദീഖവരേ, എൻ്റെ കൽബിൻ്റെ വേദനയാണേ, ഒന്നു പറയാമോ അവിടൊന്ന് നൂറേ, വദനം കാണാനാശിച്ചു ഞാനേ, ഏറെ പാദം നടന്നു ഞാനിവിടെ, പുണ്യമുന്യ മദീനയിലാണേ, ഒന്ന് കണ്ടില്ലേ കൽബ് പിടഞ്ഞ, ഞാനും പോകേണം സിദ്ദീഖവരേ. സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞൊരൊറ്റ പ്രാവശ്യം നബി തങ്ങളുടെ വദനം കാണണം, അതിനും അനുവാദം മേടിച്ചു തരാമോ? ഉടൻ തന്നെ സിദ്ദീഖ് തങ്ങൾ അവിടെ നിന്ന് പറയാണ്, വാമോനെ മുത്തുനബിയെ കാണാനാണോ, കരളിനെ കാണാനാണോ? ഞാനും കൊതിച്ചു പോയതാണ്. എപ്പോഴും കാണുന്ന സിദ്ദീഖ് തങ്ങൾ പോലും, എപ്പോഴും ഓടി വരുന്ന സിദ്ദീഖ് തങ്ങൾ പോലും അന്ന് നേരം വെളുത്തിട്ടു പറയാ, ഞാനും നബി തങ്ങളെ കാണാൻ കൊതിച്ചു വന്നവനാണ് എന്ന് സിദ്ദീഖ് തങ്ങൾ കണ്ണുനീരോടെ പറഞ്ഞ് കൈപിടിച്ചിട്ട് മദീന പള്ളിയുടെ ഉള്ളിൽ ചെന്നിട്ട് മുത്തുനബിയോട് സലാം പറയുമ്പോ ഈ ചെറുപ്പക്കാരന്റെ പൂമുഖത്ത് നോക്കിയിട്ട് മദീനത്തെ മുത്തു പറയാ, എന്നെ കാണാൻ വന്നവൻ മാത്രമല്ലല്ലോ, മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ഒരു വേദനയുണ്ട്, ആ വേദന പറയാൻ വന്നവനല്ലേ. ഉടൻ തന്നെ പറഞ്ഞു, നബിയെ അതാണ് യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മ എൻ്റെ ചെറുപ്പത്തിൽ വിട പറഞ്ഞു പോയി, എന്നെ മലമെടുത്തത്, എന്നെ കുളിപ്പിച്ചത്, എന്നെ കൊണ്ടു നടന്നത്, എൻ്റെ കവിളത്ത് മുത്തം തന്നത്, എനിക്ക് ഭക്ഷണം തന്നത് എൻ്റെ ബാപ്പയായിരുന്നല്ലോ. എനിക്ക് സ്വന്തം കാലിൽ നിക്കാറായപ്പോ അവരെ മറന്നല്ല നബിയേ. എത്രയോ പാതിരാത്രികളിൽ രോഗമായിട്ട് കിടന്നിട്ട് പോലും ഞാനൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല നബിയേ. അങ്ങനെ ഇരിക്കുമ്പോ എൻ്റെ വാപ്പ ലോകത്തോട് വിട പറഞ്ഞു നബിയേ. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് ചിരി മാറ്റിയിട്ട് പറയാട്, മോനെ കാണുമ്പോ നമുക്ക് നല്ല രസം തോന്നൂല, കാണുമ്പോ ഒരു ചൂടനായേക്കാ, കാണുമ്പോ നമുക്ക് പറ്റുന്ന സ്വഭാവമാവൂല, എന്നാലും നിനക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ ഓടിയൊരു മനുഷ്യനാ, ഇനി നിനക്ക് ചെയ്യാറുള്ള ഒരു വഴി അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കല എന്നവിടം പറഞ്ഞിട്ട് നബിതങ്ങളും മദീന പള്ളിയിൽ അന്നൊരു വഅല് നടത്തുകയാണ്. സ്വഹാബത്തിനെ മുഴുവനും വിളിക്കുകയാണ്. ആ വഅലിന്റെ മജ്ലിസിൽ ഈ ചെറുപ്പക്കാരനുമുണ്ട്. അവിടം അദ്ദേഹത്തിന്റെ കഥയൊന്നും നബിതങ്ങൾ പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, സ്വഹാബാ, ദുനിയാവിന്റെ പുറത്തുനിന്ന് ഒരാൾ വിട പറഞ്ഞു പോയാൽ അവനെ പൊതിയാനും മയ്യത്ത് തുണിയങ്ങ് വിരിക്കുമല്ലോ, അവനെ കുളിപ്പിക്കുമല്ലോ,
ആ ഒരു സമയത്ത് അവനിക്ക് നല്ല സന്തോഷം കിട്ടണോ? മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മകൻ നല്ലവനാണെന്ന് പറഞ്ഞ് പുഞ്ചിരിക്കുന്ന ഒരു ബാപ്പയുണ്ടോ? എന്നാൽ അവനെ മയ്യത്ത് പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സമയം പോലും അവന് രക്ഷയാണ് സ്വഹാബ. ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുന്ന ഒരു സമയത്ത് പ്രിയപ്പെട്ട പൊന്നാര വാപ്പ നമ്മളെ കാരണം ചിരിക്കണം അല്ലേ? നാട്ടുകാർക്ക് മുഴുവനും നമ്മൾ നല്ലവനാണ്. നാട്ടുകാർക്ക് മുഴുവനും അല്ലാഹ് നല്ലൊരു ചെറുപ്പക്കാരൻ, ആർക്കെന്ത് പറ്റിയാലും ഓടിപ്പോവും അല്ലേ? അപ്പുറത്തെ വീട്ടിലെ വാപ്പ മറിഞ്ഞു വീണു, ഇവൻ ആദ്യം ഓടി. പക്ഷെ ഇവന്റെ വീട്ടിൽ ഇവന്റെ വാപ്പ രോഗമായിട്ട് കിടക്കാൻ മൈൻഡ് ചെയ്തിട്ടില്ല. അത് പറ്റൂല, അത് പറ്റൂല. സ്വന്തം വീട്ടിലുള്ള നിന്റെ വാപ്പ, നിന്റെ എന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങൾ ഇരിക്കണ വാപ്പമാരോടല്ല പറഞ്ഞേ, നമ്മുടെ വയസ്സുള്ള ചെറുപ്പക്കാരോട് പറഞ്ഞേ, നിങ്ങളുടെ വാപ്പ അല്ല, ഒരിക്കലും അവരെ തരം താഴ്ത്തി സംസാരിക്കരുത്. നബി സല്ലല്ലാഹു ഹബീബ് നബിയുനാ റസൂലുള്ളാഹി ഉറക്കെ പറയും വാപ്പാര്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എത്ര മണി? 10:41. ഞാൻ ഒരു 11:30 വരെ ഇൻഷാ അല്ലാഹ്. കൂടിപ്പോയ ഒരു 3/4 മണിക്കൂറേ ഉള്ളൂ. നമ്മുടെ കണ്ണ് നിറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് പിരിയണം. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാനിവിടത്തേക്ക് ഇങ്ങനെ വന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നേരം നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളോട് ഞാൻ പറഞ്ഞു, തങ്ങളെ ഈ 5-6 ദിവസമായിട്ട് ഞാൻ ഇതേപോലെ നിൽക്കുന്നുണ്ട്, കുറേ ശാരീരികമായ പ്രയാസങ്ങളുണ്ട്, 2-3 ദിവസങ്ങളായി ശബ്ദമൊക്കെ അടച്ചിട്ട് എന്താണെന്നൊന്നുമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. തങ്ങൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇൻഷാ അല്ലാഹ് വെള്ളം മന്ത്രിച്ച് തന്ന് കുടിച്ചു, ഇതുവരെ അൽഹംദുലില്ലാഹ് ഒരു കുഴപ്പമില്ല, അള്ളാഹു നമ്മെ സന്തോഷത്തിലാക്കി തരട്ടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് നേരം ഞാൻ ഇരുത്തി പ്രയാസപ്പെടുത്തൂല. അള്ളാഹു ഇരിക്കുന്ന ഓരോരുത്തർക്കും നിന്റെ റിളാഹ് കൊണ്ട് നീ സ്വർഗം കൊടുക്കണേ പടച്ചോനെ, സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാ. ഇതിൻ്റെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പലരുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട് റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾ ഒരുമിച്ച് ചോദിക്കാൻ ആ സാധുക്കൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ പടച്ചോനെ. ആരുടെയും ഖബറിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയൂല അല്ലാ. അള്ളാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കലും അവരെ തള്ളിക്കളയെ ചെയ്യരുത്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നല്ല മരണം വേണോ, ആ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ ഉമ്മാനെ വാപ്പാനെ സ്നേഹിക്കണം. അവരുടെ പൊരുത്തം ഉമ്മാന്റെ പൊരുത്തം വാപ്പാന്റെ പൊരുത്തമാണ് അള്ളാഹുവിന്റെ പൊരുത്തം. ഉമ്മാന്റെ വാപ്പാന്റെ കോപാണ് അള്ളാഹുവിന്റെ കോപം. നബി തങ്ങൾ പറയാണ്, അനബരി, എനിക്കവനെ വേണ്ട. പിന്നെ എവിടേക്കാ പോവാ? പിന്നെ എവിടേക്ക് നമ്മൾ പോവാ? അതുകൊണ്ട് സൂക്ഷിക്കണം. അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ ഇതവിടം പറഞ്ഞു നിർത്തിയിട്ട് പറയാ, ഇനി നിങ്ങൾ ചിന്തിക്കാനുള്ള എന്തെന്നറിയോ? മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ കൽബിലൂടെ കൊണ്ടുവരലാണ്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ വാപ്പമാരോട് പറയുകയാണ്, എൻ്റെ കരളിൻ്റെ കഷണങ്ങളായ എൻ്റെ ചെറുപ്പക്കാരോട് പറയുകയാ, അവസാനം നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്ക്, നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയണോ? നിങ്ങൾക്ക് നോമ്പ് നോക്കാൻ കഴിയണോ? നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ കഴിയണോ? വാളിന്റെ മജ്ലിസില് 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, എത്ര മണിക്കൂർ വഅദ് പറഞ്ഞാലും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റണോ? മരിക്കുമെന്നുള്ള ചിന്ത കൽബിലൂടെ കൊണ്ടുവരുമോ? വാപ്പമാരെ, എപ്പം മലക്കുൽ മൗത്ത് വന്നാലോ തൻ്റെ ഇടത്തോടെ സ്വീകരിക്കാൻ നമുക്കൊന്ന് കഴിയണമല്ലോ. പക്ഷേ അതിനുള്ള അമലുണ്ടോ? അതിനുള്ള പ്രവർത്തനങ്ങളുണ്ടോ? അതിനുള്ള നന്മകളുണ്ടോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പാപങ്ങളല്ലാതെ എന്തേ നമുക്കുള്ളത്? മലദ്ദഹുറുവൽ അയ്യാമു വദ്ദംബു ഹാസിലു വജാ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലു നഈമുക ഫിദ്ദുനിയാ سرور وخسرة وعيشك في الدنيا محال وباطل മലദ്ദഹുറു വൽ അയ്യാ. എത്രയോ വർഷങ്ങൾ കടന്നുപോയി. ഈ ബൈത്ത് നമ്മൾ ചിന്തിക്കാൻ, മലദ്ദഹുറു വൽ അയ്യാം, വർഷങ്ങൾ കടന്നുപോയി.
2020, 22, 23, 24, 26 നമ്മൾ എത്തിയേക്കാണ്. നമ്മുടെ വർഷങ്ങൾ ഓരോന്നും കഴിഞ്ഞു പോയി. എന്നിട്ട് ചോദിക്കാൻ എന്താ നമുക്കുള്ളത്, എന്താണ് നമുക്കുള്ളത്? ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞു പോയില്ലേ? എനിക്ക് നിങ്ങൾക്ക് എന്താ ഉള്ളത്? വദംബു ഹാസിലു, എൻ്റെയും നിങ്ങളുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട് അല്ലേ, അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഓരോ നിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോയിട്ട് ഒരമലുമില്ല, എല്ലാം പൊളിഞ്ഞു പോയി ഇല്ലേ? നാവ് സൂക്ഷിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം ഇല്ലേ? നിസ്കരിക്കാത്തവരും നോമ്പ് നോക്കാത്തവരൊന്നും അല്ല ഇന്ന് ഫിത്നയും ഫസാദും പറയാം. ഇതൊക്കെ ഉള്ളവർ തന്നെയാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞല്ലേ, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയാ വൽ ആഖിറ. നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വിളിച്ചു പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ അങ്ങനെ തുടങ്ങി അതിൻ്റെയൊക്കെ കാലഘട്ടമാണ്. ചെറുപ്പക്കാരെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ, കിട്ടാൻ നമ്മൾ വെച്ചലക്ക. ഫിത്നയും ഫസാദും നമ്മളിങ്ങനെ പറയാം. പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങി ജുമാ കഴിഞ്ഞ് ഇങ്ങ് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ പറയും, അവിടെ എന്നാലും ഇന്നലെ ഉസ്താദ് ഓതിയ സൂറത്ത് അത്ര ശരിയായിട്ടില്ല. ഫാത്തിഹ അറിയാത്ത ആൾക്കാർ പള്ളിയിൽ ഇമാമിനോട് പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാത്തിഹ ശരിയായിട്ടില്ല. ചിന്തിച്ചു നോക്കിക്കേ, ഞാൻ ഇത് വെറുതെ പറയല്ല, ഒരുപാട് അനുഭവങ്ങളാണ് ഈ പറയുന്നത്. ഫാത്തിഹ പോലും അറിയാത്ത ആളുകൾ വന്നിട്ട് പള്ളിയിൽ ഉസ്താദിനോട് പറയും നിങ്ങളുടെ ഫാത്തിഹ ശരിയായിട്ടില്ല. ആദ്യം ഇവരുടെ ഫാത്തിഹ ഓദിച്ചു നോക്കിയാലോ അതിനേക്കാളും തെറ്റായിരിക്കും. അങ്ങനത്തെ അവസ്ഥയിലൂടെ പോകുന്ന കാലഘട്ടം ഇതൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കിക്കേ, എങ്ങനെയെങ്കിലും നിസ്കാരം കൊണ്ട് കളയാ, എങ്ങനെയെങ്കിലും ഹജ്ജ് കളയാ, ഉംറയ്ക്ക് പോയാൽ പാസ്പോർട്ടും വിസയൊന്നും വേണ്ട, മൂപ്പര് കൂടെ കയറി ഇബ്ലീസിൽ അതിനകത്തുള്ള മൂപ്പരെ കൂടെ കൂടിയിട്ട് എല്ലാം ഉണ്ടാക്കുക. പിന്നെന്താ ചെയ്യുക? ഉംറ അമീറിന് കൊടുക്കുക, അപ്പുറത്തുള്ള ആൾക്ക് കൊടുക്കുക, നന്മകൾ ചെയ്യുന്ന മുഴുവനും മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുക, തിരിച്ചു വരിക. പള്ളിയിൽ പോവാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, തിരിച്ചു വരിക. മാറ്റിയെടുക്കണം നമ്മൾ വാപ്പമാരെ. കാരണം നാളെ അടുത്ത സെക്കൻഡ് നമ്മൾ പോകാൻ യാത്ര വിസ പാസ്പോർട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കണവർ നമ്മള് പോണം. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത്, ആരെപ്പറ്റിയും ഒന്ന് പറയണ്ട. ഇനി ഒരാള് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ തെറ്റു പറയാനോ തെറ്റുകൾ മെസ്സേജ് അയക്കാനോ, എന്റെ പെങ്ങളെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാ, നിന്നോട് പറഞ്ഞു പോയാൽ നീ പറയണം ഞാനില്ല, എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞ അല്ലാഹ് പറയുന്നൊരു വാക്കുണ്ട് കൂട്ടുകാരാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഒരു കാര്യം തെറ്റാണെന്നറിഞ്ഞിട്ട് ആ തെറ്റിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അല്ലാഹ് പറയുന്നു അവനിക്ക് 2 സ്വർഗം തരാൻ. ഒരു മെസ്സേജ് നമ്മുടെ മൊബൈലിലേക്ക് വന്നു, അതിന് എന്തായിക്കോട്ടെ, രാഷ്ട്രീയമാകട്ടെ, എന്തായിക്കോട്ടെ, ഒരാളെ പറ്റി നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നു, അത് ശരിയല്ല, ഒരാളെ ഫിത്നയാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മളത് മറ്റൊരാൾക്ക് അയക്കരുത്, മറ്റൊരാൾക്ക് നമ്മൾ വിട്ടുകൊടുക്കരുത്. കാരണം നമ്മൾ കുറ്റക്കാരാവാൻ പോവാണ്. ഇല്ല, ചിന്തിച്ചു നോക്കിക്കേ, എന്ത് കിട്ടിയാലും, ഇലക്ഷന്റെ ടൈം വന്നാലും, ഇലക്ഷൻ വിജയിച്ചാലും തോറ്റാലും നമ്മുടെ നാവിനും നമ്മുടെ മനസ്സിനും ഒരൊഴിവുണ്ടാവൂല. ഉറപ്പല്ലേ? നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ, നമ്മൾ പോകുന്നിടത്തത് തന്നെയാണ്, വാഹനത്തിൽ അത് തന്നെയാണ്. എന്തിനാ ഇത്? ജയിച്ചവര് ജയിച്ചു, തോറ്റവര് തോറ്റു. നമ്മൾ കുറ്റപ്പെടുത്തലല്ല, ഒരാളെ ആക്ഷേപിക്കരുത്. കാരണം അറിയോ, നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതിന് എന്തിന്റെ പേരിലാണെങ്കിലും കാരണം നമുക്ക് മരണപ്പെടുമ്പോ എന്തെങ്കിലുമൊക്കെ വേണം. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞു പോകുന്നൊരു വാക്കുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്ക്. ഒന്നിലേക്കും കടന്നുപോയി നിങ്ങളുടെ അമലുകൾ കൊടിഞ്ഞു കളയരുത്, നിങ്ങളുടെ അമലുകളെ നഷ്ടപ്പെടുത്തി കളയരുത്. അവിടെ നിന്ന് പറയാണ്, എനിക്കും നിങ്ങൾക്കും എന്തേ ഉള്ളത്? ഒരുപാട് പാപങ്ങളല്ലാതെ തെറ്റുകളല്ലാതെ ഒന്നുമില്ലല്ലോ. റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലൂ. അല്ലാഹുവേ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോവുകയാണ്. എന്തേ
നമുക്കുള്ളത് ഒന്നുമില്ലല്ലോ. അല്ലാ, മരണത്തിന്റെ അടയാളങ്ങൾ വന്നു. കാല് വളയുന്നില്ലല്ലോ, കൈ വളയുന്നില്ലല്ലോ, ശരീരം വേദനിക്കുന്നല്ലോ, വല്ലാത്ത സങ്കടമാവുകയാണല്ലോ. ഇതൊക്കെ മരണത്തിന്റെ അലാമത്താ. അത് വന്നിട്ട് പോലും വൽ ഖൽബു ഗാഫിലൂ, എന്റെയും നിങ്ങളുടെയും ഹൃദയം അശ്രദ്ധമാണ്. എന്ത് വന്നാലും അതിന്റെ കൂടെ കൂടുകയാണ്. എന്തു പറയാനും സന്നദ്ധരാണ്, എന്ത് പ്രവർത്തിക്കാനും സന്നദ്ധരാണ്. അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ പറ്റണോ? ഉൽഖുരിൽ മനിയാ, മരിക്കുമെന്നുള്ള ചിന്ത കൊണ്ട് വരുമോ? നിങ്ങൾക്കറിയുമോ, ഞാൻ പല വഅലിന്റെ മജ്ലിസിലും പറയാറുണ്ട്. ഈ ചരിത്രം പറയുന്ന എന്റെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ്. എന്റെ കൂട്ടുകാരാ, 23 വയസ്സുള്ള അലി ബനാത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അലി ബാനട്ടെന്നും അലി ബനാത്ത് എന്നൊക്കെ വിളിക്കുന്ന ചെറുപ്പക്കാരൻ, അവിടെ നിന്ന് കോടീശ്വരനാ. അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തവനാ. അങ്ങനെ ഉള്ള അലി ബനാത്ത് അവിടെ നിന്ന് ഒരു വേള വേദന അനുഭവപ്പെടുമ്പോ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ പരിശോധിച്ച ഡോക്ടർ വിധി എഴുതിയത്, മോനെ ക്യാൻസറാ, ലാസ്റ്റ് സ്റ്റേജാ, 3.5 മാസമേ നിനക്ക് സമയമുള്ളൂ എന്ന് പറയുമ്പോ കോടീശ്വര പ്രഭുവായ അലി ബനാത്ത് എന്ന് പറയുന്ന 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ തിരിച്ചു വന്നിട്ട് തന്റെ വീട്ടിൽ ഇരുന്ന് കരയുമ്പോ 3.5 മാസമാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ സമയമാണ് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയാ, നമ്മുടെ കൂട്ടുകാരൻ വിട പറഞ്ഞു പോയി. രോഗങ്ങളില്ല, സങ്കടങ്ങളില്ല, വിഷമങ്ങളില്ല, പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയി എന്ന് കേട്ടപാടെ 23 വയസ്സുള്ള അലി ബനാത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇറങ്ങുകയാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ കൂടെ കൂടുകയാണ്, മയ്യത്ത് പൊതിയാൻ കൂടുകയാണ്, കൊണ്ടുവന്നിട്ട് കബറിടത്തിലേക്ക് വെക്കുവാൻ കൂടുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ പിരിഞ്ഞു പോകുമ്പോ അലി ബനാത്ത് കബറിന്റെ ചാരയിരിക്കുമ്പോ അവിടുത്തെ ആലിമായ മനുഷ്യൻ ചോദിക്കുന്നു, മോനെ എല്ലാവരും പിരിഞ്ഞു പോയല്ലോ, എന്തിനാണ് നീ മാത്രം ഇങ്ങനെ ഇരിക്കുന്ന എന്ന് പറയുമ്പോ അലി ബനാത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാർ പറഞ്ഞത്, ഇവിടെയുള്ള എന്റെ യുവാക്കൾ കേട്ടോ. അലി ബനാത്ത് പറയാ, എനിക്ക് 3.5 മാസത്തെ അവധി എനിക്ക് ഡോക്ടർമാര് തന്നതാണ്. എനിക്ക് രോഗമുണ്ട്, എനിക്ക് ക്യാൻസർ ഉണ്ട്. എന്നാൽ ഇന്ന് മരണപ്പെട്ട ഈ കബറിൽ കിടക്കുന്ന എന്റെ പൊന്നുകൂട്ടുകാരനുണ്ടല്ലോ, അവന് രോഗങ്ങളില്ല, അവന് വിഷമങ്ങളില്ല, അവന് സങ്കടങ്ങളില്ല. അവൻ എത്ര പെട്ടെന്നാണ് വിട പറഞ്ഞു പോയത്. അതുകൊണ്ട് ഞാൻ ഇനി 3.5 മാസത്തെ അവധിക്ക് വേണ്ടി കാക്കൂല എന്ന് പറഞ്ഞിട്ട് തന്റെ കോടിക്കണക്കാന സമ്പത്തുകൾ മുഴുവനും എടുത്തിട്ട് ആഫ്രിക്കയിലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി കൊണ്ടു കൊടുത്തത് ഉൽഖുരിൽ മനിയാ. മരിക്കുമെന്നുള്ള ചിന്ത ഖൽബിന്റെ ഉള്ളിൽ വന്നപ്പോഴാണ് തുഅമ്മീലു ഫിദ്ദുനിയാ طويلا ولا تدري إذا جل ليل هل تعيش إلى الفجر وكم من صحيح مات من غير علة وكم من مريض دهرا إلى دهري تؤمل في الدنيا طويلا ولا تدري. ഈ ദുനിയാവിന്റെ പുറത്ത് വാപ്പമാരെ നമ്മുടെ മജ്ലിസ് പിരിയുമ്പോൾ റസൂലുള്ളാഹി ഉറക്കെന്ന് പറയും, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സംഭവമുണ്ട്. നമുക്ക് കരഞ്ഞിട്ട് പിരിയണം, നമുക്ക് നല്ലതുപോലെ തൗബ ചെയ്ത് പിരിയണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് അതിനുള്ള തൗഫീക്ക് തരട്ടെ. നാളെ നമ്മൾ പോകും. ഒരു രോഗവും വേണ്ട, ക്യാൻസർ വേണ്ട, അറ്റാക്ക് വേണ്ട, ഒന്നും വേണ്ട, പെട്ടെന്ന് മനുഷ്യൻ പോകും. പിന്നെ വാപ്പ ഇത്ര വർഷം കഴിഞ്ഞിട്ടാണ് മരിച്ചത്, വാപ്പയുടെ വാപ്പ ഇത്ര കൊല്ലം, അതൊന്നും അവിടെ ഒരു വിഷയമല്ല. ഇന്ന് വൈകുന്നേരമായവൻ രാവിലെ കാണണമെന്നില്ല, രാവിലെ വന്നവൻ വൈകുന്നേരം കാണണമെന്നുമില്ല.
എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങളുടെ കാസർഗോഡ് തന്നെയാണ്. 2-3 കൊല്ലമായെന്നാണ് എൻ്റെ ചെറിയൊരു ഓർമ്മ. വീടിൻ്റെ പാല് കാച്ചിൻ്റെ അന്ന് ചെറുപ്പക്കാരൻ പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞില്ലേ, കയറാൻ പറ്റുമോ ഇല്ല. അതാ നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ ഖബറുകൾ കാണുന്നുണ്ട്. നാളെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ വാപ്പ എത്ര കൊല്ലമായി ഇവിടെ കിടക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച്, നമ്മുടെ ഉമ്മ എത്ര കൊല്ലായി, എത്ര മഴ പെയ്ത്, എത്ര വെള്ളം ഒലിച്ച്, അപ്പോഴൊക്കെ അവർ ഈ ഖബറില്ല. നാളെ, ഇന്ന്, അടുത്ത സെക്കൻഡിൽ ഞാനും നിങ്ങളും പോകണം, പോയേ പറ്റുള്ളൂ അല്ലേ? അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ, എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പോണ്ടേ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൻ കോട്. കൂട്ടുകാരാരും അവിടെയില്ല, ഖബറെന്ന കൂട്ടിൽ മറ്റാരുമില്ല. നാളെ നമ്മളും പോണം. കണ്ടാൽ ഭയം ഏറും പള്ളിക്കാടാണ് അല്ലേ? ഞാൻ കുറ്റപ്പെടുത്താന്ന് വിചാരിക്കണ്ട. ഇന്ന് നമ്മുടെ നാടുകളിലെ, നിങ്ങളുടെയല്ല എന്റെയും, നമ്മുടെ എല്ലാ നാടുകളിലെ പള്ളിക്കാട്ടിൽ ചെന്നാൽ നമുക്കൊരു ഭയം തോന്നൂല. പണ്ടുള്ള കാലഘട്ടങ്ങളിൽ പള്ളിക്കാട് കണ്ട അപ്പ പേടി തോന്നും. ആ ഒരു ചെടിയും ആ മരങ്ങളും ആ പച്ചിലകളും. ഇന്നിപ്പോ വാപ്പാന്റെ ഖബറിന്റെ പുറത്തുള്ള ഇല, വാപ്പാന്റെ ഖബർ വൃത്തിയാക്കാന്നും പറഞ്ഞ് എല്ലാം പറിച്ചു കളയും. വാപ്പയ്ക്ക് വേണ്ടി തസ്ബീഹ് ചെല്ലുന്ന ഓരോ ഇലയും പറിച്ചു കളയും മക്കള് ഇല്ലേ? ചിന്തിച്ചു നോക്കിയേ. ഇന്ന് നമ്മൾ പള്ളിക്കാട് കണ്ടാൽ നമുക്ക് വല്ലാത്തൊരു ഭയം വരുന്നുണ്ടോ? ഇല്ല. പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഇരിക്കണം മുഴുവൻ വാപ്പാർക്കും അറിയാം, പള്ളിക്കാടെന്ന് കേട്ട പേടിയാണ്. കാരണം എന്താ? അങ്ങോട്ട് പോവാൻ തോന്നൂല, ഒരാളെ ഖബറടക്കാനുള്ള വഴി ഉണ്ടാവൂല, വഴി വെട്ടിത്തെളിച്ചിട്ട് അടുത്ത ഖബറുണ്ടാക്കുക. പേടി, പ്രശ്നനെ വല്ലാത്തൊരു കാട്. ഇന്നാ പേടിയൊക്കെ പോയി. ഞാൻ ഒരു സ്ഥലത്ത് വാതിന് പോയി, പൊന്നാര വാപ്പമാരെ വാതിന് പോയപ്പോ അവിടെ എല്ലാ ഖബറിന്റെ ചുറ്റുഭാഗത്തും മുഴുവനും പൂക്കളാണ്. ഖബർ സൗന്ദര്യാക്കിക്കാൻ. ഞാൻ ഇത് സീരിയസ് ആയി പറഞ്ഞു. ഒരു പക്ഷെ നിങ്ങൾക്കൊക്കെ പിന്നെ അറിയായിരിക്കും. ഒരു പേടി തോന്നൂല, ഒരു സങ്കടം തോന്നൂല. നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ആ ഒരു പേടി കടന്നു വരണം. നമ്മുടെ ഉള്ളിൽ ആ ഒരു അള്ളാഹുവേ നാളെ ഞാനും കിടക്കാളല്ലേ, പള്ളിക്കാടല്ലേ, ഒരു പേടി വരണം. നമ്മൾ വലിയൊരു വനത്തിൽ പോയാൽ, ഉൾക്കാട്ടിൽ പോയാൽ നമുക്ക് പേടി ഉണ്ടാവും. പടച്ചോനെ വല്ലാത്തൊരു പേടി. റബ്ബേ നാളെ ഇതുപോലത്തെ ഒരു കാട്ടിന്റെ ഉള്ളിലാ എന്നെ കൊണ്ടുവന്നിട്ട് കിടത്തണത്. പേടി. ഇന്നിപ്പോ ആ പേടിയൊന്നുമില്ല. ഇന്ന് ഏത് പാതിരാത്രി എല്ലാ ഖബറിന്റെ ചാരത്തോടെ നമുക്ക് പോകാൻ പറ്റും ഇല്ല? ചിന്തിച്ചു നോക്കിയേ. ഇതൊരു കുറ്റപ്പെടുത്തലായിട്ട് ആരും എടുക്കരുത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാൻ. ആ ഒരു ഓർമ്മ നമ്മുടെ കൽബിലുണ്ടാകണം. അലീബനാത്തിന്റെ സകലമാന സമ്പത്തും എടുത്തുകൊണ്ട് കൊടുത്തത് റബ്ബേ നാളെ ഞാൻ ഉണ്ടാകില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. ഇനി 3.5 മാസം വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്കുറപ്പില്ല. ഈ ഒരു ഓർമ്മ വരുമ്പോഴാണ് ചെറുപ്പക്കാര അള്ളാന്റെ പള്ളിന്ന് ബാങ്ക്, അള്ളാന്റെ പള്ളിന്ന് ബാങ്ക്. ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്. ബാങ്കിന്റെ ധ്വനി ഇങ്ങനെ മുഴങ്ങുമ്പോ പടച്ചോനെ ഞാൻ ഓടി പള്ളിയിൽ പോയില്ലെങ്കിൽ അടുത്ത സെക്കൻഡ് ഞാൻ പോവാണ്. അടുത്ത് എനിക്ക് ഇവരിപ്പോ ളുഹർ നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലോ? ഇരിക്കണ്ട, പെട്ടെന്ന് നിസ്കരിക്കാം. ചിലർ ഉമ്മമാര് ചിന്തിക്കും അടുക്കള ജോലിയൊക്കെ ഇല്ലേ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. ബാങ്ക് കേട്ടാൻ കൊണ്ട് നിസ്കരിച്ചേക്കണം. ചിലപ്പോ ആ പിന്തിക്കുന്ന സമയത്തിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ മരണമെങ്കിൽ. അതുകൊണ്ട് റബ്ബിനെ ഓർക്കാൻ ഏറ്റവും നല്ലൊരു വഴി മരണം. അതിന് മൈക്ക് സെറ്റ് ഒന്നും വേണ്ട, മൗനിയായ ഉപദേശകനാണ് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി. അവരൊക്കെ പറയും വാപ്പാരെ നബിയുന റസൂലുള്ളാഹി. എന്താ നിർത്താറായ? എന്തെങ്കിലും ഇങ്ങനെ നോക്കണം, നിർത്താറായെന്നാ ഇല്ലെന്നാ പറയണേ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഇടയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഉമ്മമാരെ, നമ്മുടെ വാളിന്റെ 1ാമത്തെ ദിവസമാണ്. നിറഞ്ഞ മനസ്സോടുകൂടി എല്ലാവരും നല്ല ഒരു ഹദിയ ഇൻഷാ അല്ലാഹ് നിക്ഷേപിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ആ ഒരു ഓർമ്മ. എന്തിന്? അലി ഇബ്നു അബീ ത്വാലിബ്, ഒന്നുറക്കെ പറഞ്ഞ് സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഞാൻ എന്തിനാ ഈ സമയം പറയുന്നറിയോ? നിങ്ങൾ അത്ര ഇരുത്തുള്ളെന്നായിരിക്കും. ഒരു 10:30 നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് സ്വലാത്ത് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനാണ് അലിയാർ തങ്ങൾ. നല്ലൊരു വീടുണ്ടാക്കിയിട്ട് ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, അലിയെ ഞാൻ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട്
ആ വീടിന്റെ മുമ്പിൽ തൂക്കിയിടാൻ പറ്റുന്ന, എഴുതിയിടാൻ പറ്റുന്ന, ആര് കണ്ടാലൊന്ന് പാടിപ്പോകുന്ന 4 വരി കവിത വേണം. അല്ലാതെ ഞങ്ങൾ പേനയും പേപ്പറും എടുത്തു. ഇനിയിപ്പോ അത് ചോദിക്കാൻ നിൽക്കണ്ട, അന്നത്തെ പേനയും പേപ്പറും എടുത്തു. അല്ലാതെ ഞങ്ങൾ എഴുതി എന്തെന്നറിയോ? ലാ ദാറലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി വഹിയ ഖബ്ലൽ മൗതി ബാനിഹാ വഇൻ ബനാഹാ ബിഖൈരിൻ താബ മസ്കനുഹു വഇൻ ബനാഹാ ബിശറിൻ ഖാബ ബാനിഹാ വഉമൽ ലിദാരിൻ ഗദൽ റിളവാനു ഖാസിനുഹാ والجار أحمد والرحمن ناشيها لا دار للمرء بعد الموت മോനെ മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. ഇല്ലല്ലതി വഹിയ ഖബ്ലൽ മൗതി ബാനിഹാ മരണത്തിന് മുമ്പ് നീ പണിതിട്ടുള്ള വീടല്ലാതെ ഇന്ന് നമ്മൾ കിടക്കുന്ന വീടല്ല. പക്ഷേ വീട് വേണ്ട എന്നല്ല, വീട് വേണം, സ്വാലിഹത്തായ ഭാര്യ വേണം, നല്ല ഒരു വാഹനം വേണം. എന്നാൽ അവിടെ നിന്ന് പഠിച്ചോ നബി തങ്ങൾ അല്ലാഹുവേ അലിയാർ തങ്ങൾ പറയാ മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. ഇല്ലല്ലതി വഹിയ ഖബ്ലൽ മൗതി ബാനിഹാ മരണത്തിന് മുമ്പ് നീ പണിതിട്ടുള്ള വീടല്ലാതെ അത് ഏത് വീടാണെന്നറിയോ? നിങ്ങളുടെ ഈ ഇരുത്തമുണ്ടല്ലോ, നമ്മുടെ നാട്ടില്, നമ്മുടെ മഹല്ലത്തില് എത്രയോ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ വഅലിന്റെ ഈ സദസ്സിന്റെ പരിസരത്ത് എത്ര ആളുകളുണ്ട്. ഇതുപോലത്തെ ഒരു നന്മയിലേക്ക് അവർക്ക് വന്നിരിക്കാൻ പറ്റിയില്ലല്ലോ. അല്ലാ, ഇവിടെ കടന്നിരിക്കുന്ന നിങ്ങളുടെ ഇരുത്തമുണ്ടല്ലോ, ഇതാണ് നാളത്തേക്കുള്ള വീട്. നിങ്ങളുടെ ദിക്റുകളാണ് നാളത്തേക്കുള്ള വീട്, നിങ്ങളുടെ തസ്ബീഹുകളാണ് നാളത്തേക്കുള്ള വീട്, നിങ്ങളുടെ സ്വലാത്തുകളാണ് നാളത്തേക്കുള്ള വീട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുന്നേറ്റ് പോകാമല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന എന്നറിയോ? പടച്ചവന്റെ ഭാഗത്തുനിന്നുള്ള പ്രതിഫലത്തെ പ്രതീക്ഷിച്ചിട്ടാ. ഇവിടെ വെച്ചുകൊണ്ട് നന്മകളാണ് ചെയ്തു പോയതെങ്കിൽ അബ്ശിറൂ ബിൽ ജന്നാ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ സന്തോഷമുണ്ട്. വഇൻ ബനഹാ ബിശദ്ദിൽ ഖാബ ബാനിഹാ ഇവിടെ വെച്ചുകൊണ്ട് തിന്മകളാണ് ചെയ്തതെങ്കിൽ എന്തിനാടാ വഅലിന്റെ മജ്ലിസിൽ പോകുന്നത്? എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, നമ്മൾ പറയുമല്ലോ വാടാ നമുക്കിവിടെ വന്ന് കറങ്ങി നടക്കാം. അവിടെ നമ്മുടെ ബാപ്പയുണ്ടാകുമല്ലോ, നമ്മുടെ ഉമ്മയുണ്ടാകുമല്ലോ, അവരൊക്കെ ഇരുന്ന് വാത് കേൾക്കട്ടെ. നമുക്കൊന്നും അതിന്റെ ഒരാവശ്യമില്ല. പടച്ചവനെ, ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് തിന്മകളാണ് ചെയ്യുന്നതെങ്കിൽ അവൻ ഉണ്ടാക്കിയിട്ടുള്ള വീട് അത് മോശമായ വീടാ. വീടുകളിൽ വെച്ച് ഏറ്റവും മോശമായ വീടാണ്. അല്ലാഹുവേ, ഉലൈക മഅവാഹുമുന്നാർ ബിമാ കാനൂ യക്സിബൂ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ചെയ്തു പോയ കാര്യങ്ങള് അതിനു പകരമായിട്ട് അല്ലാഹു നരകത്തെ തരികയാ. അതുകൊണ്ട് എന്ത് വേണമെന്ന് അലിയാർ തങ്ങൾ പറയുന്നുണ്ട്. ഫഅമല്ലിദാരിൻ ഗദൽ റിളവാനു ഖസിനുഹാ വൽജാറു അഹ്മദു വറഹ്മാനു നാശിഹാ ഫഅമല്ലിദാരിൻ ഗദൽ നാളത്തേക്ക് വേണ്ടിയിട്ട് നീ പരിശ്രമിക്കണേ. അത് ഏതാണ് പരിശ്രമം എന്നറിയോ? അത് ഖുർആൻ ഓതലാണ്, അത് ദിക്റ് ചൊല്ലലാണ്, അത് തസ്ബീഹ് ചൊല്ലലാണ്. അങ്ങനെ ഉള്ള നന്മകളിലൂടെ നിങ്ങൾ കടന്നു വന്നോ. ഫഅമല്ലിദാരിൻ ഗദൽ റിളവാനു ഖസിനുഹാ വൽജാറു അഹ്മദു വറഹ്മാനു നാശിഹാ പടച്ചവനെ, നാളെ എവിടുന്ന് അല്ലാഹുവിന്റെ
റസൂല് കാവൽ നിൽക്കുന്ന വീടിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ്. അതുകൊണ്ടും മരണം നമ്മുടെ മുമ്പിലുണ്ട്. ചെറുപ്പക്കാരാ, 20 വയസ്സ് കഴിഞ്ഞല്ലോ, 26 വയസ്സ് കഴിഞ്ഞല്ലോ, 27 വയസ്സ് കഴിഞ്ഞല്ലോ. എത്രയോ പ്രാവശ്യം പടച്ചവന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ്സലാ എന്ന് വിളിച്ചിട്ട് നിനക്ക് പള്ളിയിൽ വരാ എന്തുകൊണ്ട് കഴിയാത്ത ചെറുപ്പക്കാരാ? നിസ്കരിക്കാൻ പറ്റാത്ത എന്തേ ചെറുപ്പക്കാരാ? ഖുർആൻ ഓതാൻ പറ്റാത്ത എന്തേ ചെറുപ്പക്കാരാ? റബ്ബേ, നിങ്ങളെപ്പോലെ ആരോഗ്യമുണ്ടായിരുന്ന, നിങ്ങളെപ്പോലെ തൻ്റെ ഇടമുണ്ടായിരുന്ന, നിങ്ങളെപ്പോലെ മസിൽ പവർ ഉണ്ടായിരുന്ന എത്ര ചെറുപ്പക്കാരാണ് വിട പറഞ്ഞു പോയത്. ഞാനതാ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ കാശ്മീർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് കടന്നുപോയി. പോകുന്നതിന്റെ തൊട്ട് മുമ്പ് സുബ്ഹാനല്ലാഹ് ഒരു വീട്ടിലേക്ക് അവിടെയുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ കൊണ്ടുപോയി. മുസ്തഫ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനാ. കണ്ടാ ഒരു കുഴപ്പമില്ലല്ലോ. തലേ ദിവസം പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചു, ഇൻഷാ അല്ലാഹ് ഇത്ര മണിക്ക് ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങുമെന്ന് പറയുമ്പോ ആ ഭാര്യയുടെ സന്തോഷം എത്രയാ, കുരുന്നു മക്കളുടെ സന്തോഷം എത്രയാ. പ്രിയപ്പെട്ട കൂട്ടുകാര് ചെന്നുകൊണ്ട് വിളിക്കുമ്പോ അതാ അവിടെ നിന്ന് പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം എടുത്ത് ആ ഒരു പെട്ടിയും അവിടെ നിന്ന് ഒരുക്കി വെച്ചിട്ട് സൈലന്റ് അറ്റാക്കാണ് ചെറുപ്പക്കാരാ. അവിടെ മരിച്ചു കിടക്കുന്ന രംഗം കണ്ട് അവര് പോലും കരഞ്ഞതാ. ഇവിടെ വീട്ടിന്റെ ഉള്ളിൽ ഭാര്യ ഒരുക്കങ്ങൾ എടുക്കുകയാണ്, കുരുന്ന മക്കളെ ഒരുക്കുകയാണ്, ഭർത്താവിനുള്ള ഡ്രസ് എടുക്കുകയാണ്, അത് തേച്ചു മിനുക്കുകയാണ്. അവർ വന്നു കഴിഞ്ഞാ ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും അവർ ചെയ്തു പോവുകയാണ്. പക്ഷേ അവസാനത്തെ ഒരു വിളി, ഇല്ല വരൂല്ല, പൊന്നുമക്കളെ കാണാൻ വരൂല്ല, പൊന്നാര മക്കളുടെ ചാരത്ത് വരൂല്ല. 2 പൊന്നുമക്കളാണ്. 13ഓ 14ഓ വയസ്സുള്ളൊരു പൊന്നുമോള്, പിന്നെ 4 വയസ്സുള്ളൊരു കുഞ്ഞുമോള്. അവളെ ഞാനെടുത്തിട്ട് എൻ്റെ മടിയിൽ വെക്കുമ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി, മനസ്സ് പൊട്ടിപ്പോയി. കാരണം എന്തെന്നറിയുമോ? വാപ്പയെ കാണാ നിന്ന പൊന്നുമോളാ. വാപ്പ കൊണ്ടുവരുന്ന കളിപ്പാട്ടങ്ങളിൽ കളിക്കാൻ കാത്തിരുന്ന പൊന്നുമോളാ. പക്ഷേ റബ്ബിന്റെ വിധി മറ്റൊന്നാ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, മോനെ, നിസ്കാരം മുടക്കല്ലേ, മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കല്ലേ, പള്ളിയെ ആദരിക്കാതിരിക്കല്ലേ, ഖുർആൻ ഓതാതെ ഇരിക്കല്ലേ, മാതാവിനെ പിതാവിനെ ബഹുമാനിക്കാതെ ഇരിക്കല്ലേ. അതുകൊണ്ട് ആ ഒരു ഓർമ്മയിലൂടെ, മരിക്കുമെന്നൊരു ഓർമ്മയിലൂടെ കൊണ്ടുപോ. ഈ തൊട്ടടുത്തല്ലേ ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദിന്റെ ചാരത്ത് വഴതു പറയുമ്പോ അന്നവിടുന്നതിന്റെ പാലുകാച്ച് പറയുമ്പോ ആ പാലുകാച്ചിന്റെ പുതിയ വീടിന്റെ കുടിയിരിപ്പിന്റെ അന്ന് നേരം വെളുത്ത് കൊണ്ടുവച്ചത് ആലിമായ ഒരു മനുഷ്യന്റെ മയ്യിത്താ. എല്ലാവരെയും വിളിച്ചതാണ്. പക്ഷേ വീടിന്റെ ഉള്ളില്, പുതിയ വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചത് മയ്യിത്താണെങ്കിൽ, പൊന്നാര ചെറുപ്പക്കാരാ, നീ വലിയ കച്ചവടം ചെയ്യുന്നവനാണ്, നീ നിനക്ക് നല്ല ആരോഗ്യമുള്ളവനാണ്, നല്ല ജിമ്മിന് പോകുന്നവനാണ്, അതൊക്കെ ശരി. പക്ഷേ മലക്കുൽ മൗത്ത് വന്നു പോയാ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നിന്നുകൊണ്ട് വാള് പറയണ നാളെ ഞാൻ കണ്ണൂർ ഭാഗത്ത് പോയിട്ട് വാള് പറയോ എനിക്കൊരു പിടുത്തമില്ല, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോയിട്ട് വാള് പറയോ എനിക്കൊരു ഉറപ്പില്ല. എപ്പോൾ വേണമെങ്കിലും പോവാം. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. അമീൻ പേർ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. പൊന്നാര വാപ്പമാരെ സ്നേഹത്തോടെ പറയാം, അത്രയേ ഉള്ളൂ. ഈ മൈക്കിനിപ്പം പിന്നെ JTS 600 എത്ര ഗ്യാരണ്ടി ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മൈക്ക് സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റർ പറയും അത് ഇത്ര കൊല്ലത്തെ ഗ്യാരണ്ടി. മൈക്കിനൊക്കെ ഉണ്ട് ഗ്യാരണ്ടി, പക്ഷേ ഗ്യാരണ്ടി ഇല്ലാത്ത ആളുകൾ നമ്മളാണ്. ഗ്യാരണ്ടി ഇല്ലാത്തൊരാളുകൾ നമ്മൾ മാത്രമാണ്. അതുകൊണ്ട് നിബിധങ്ങൾ പറയാണ്, ഒരു വേള ആയിഷ ബീവി ആയിഷത്ത് സിദ്ദീഖ നമ്മുടെ ഉമ്മല്ലേ റളിയല്ലാഹു അൻഹ, മരണത്തിന് ഭയങ്കര വേദനയാണ് അല്ലേ?
മരണത്തിന് ഭയങ്കര വേദനയാണ് ആയിഷ. പോരാ, ഓരോ മനുഷ്യൻ്റെ ആത്മാവും അവൻ്റെ പരാതികൾ പറയും, സങ്കടങ്ങൾ പറയും, വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറയും. ആയിഷ ഒരു ചിന്ത വരും. അതാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ വാപ്പ, നമ്മൾ എത്ര ആളുകളുടെ മയ്യത്ത് പൊതിയാൻ പോയി, കൊണ്ട് നടന്നു, പള്ളിപ്പറമ്പിൽ കൊണ്ടുവച്ചു. അപ്പോഴൊക്കെ നമ്മളോട് ഈ മയ്യത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, വേദനപ്പെട്ട് നമ്മളോട് പറഞ്ഞിരുന്നു, ഇല്ലേ? നമ്മളത് കേട്ടില്ല എന്നേ ഉള്ളൂ, നമ്മളത് കേട്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാകണം. ഏത് കാര്യം നമുക്ക് നന്നാക്കണോ, ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റണോ, മരിക്കുന്നൊരു ഓർമ്മ ഉണ്ടായാൽ മതി, ഇല്ലേ? പിന്നെ ഒരു ഭാര്യയും ഭർത്താവും വീടിൻ്റെ അകത്തട്ടിൽ വഴക്കില്ലാതെ പിണക്കല്ലാതെ കിടക്കണോ, മരണം തന്നെ വിളിച്ചു പറഞ്ഞെന്താ, ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ ഞാൻ വേർപാടുണ്ടാക്കുന്ന. ഒരേ കട്ടിൽ കിടക്കുന്ന ഭാര്യ സുബൈക്ക് ഭർത്താവിനെ വിളിച്ചു പള്ളിയിൽ പോകാൻ, ഭർത്താവ് അനങ്ങണില്ല. അല്ലെങ്കിൽ ഭാര്യ വിളിച്ച് എന്താ എഴുന്നേക്കാത്ത്, അനങ്ങുന്നില്ല. ഒരേ കട്ടിലിൽ കിടന്ന ഭർത്താവ്, ഭാര്യ അറിഞ്ഞില്ല ഭർത്താവിനെ കൊണ്ടുപോയത്. മലക്കുൽ മൗത്തും കൂട്ടുകാരും വന്നിട്ട് കൊണ്ടുപോയത് അറിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിൽ വളവ് വെച്ച എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഇത്ത എന്നോട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേക ദ്വാരക്കണം. എന്തെന്ന് ചോദിച്ചു. ഞങ്ങൾ വഴക്ക് കൂടി കിടന്നതാ, മിണ്ടാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. പെങ്ങളെ ചിന്തിക്കണം, വാപ്പമാരെ ചിന്തിക്കണം, മിണ്ടാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. ഇത്രയേ ഉള്ളൂ നമ്മൾ. അതുകൊണ്ട് ഒരിക്കലും വഴക്കുണ്ടാക്കി കിടക്കരുത്, ഒരാളോടും വൈരാഗ്യം വെച്ച് കിടക്കരുത്. എന്തിൻ്റെ പേരിലാണെങ്കിലും എല്ലാവർക്കും പൊരുത്തം കൊടുക്കണം, എല്ലാവർക്കും പൊരുത്തപ്പെട്ടിട്ട് കിടന്നുറങ്ങണം, പൊരുത്തം ചോദിക്കുന്നവരായിട്ട് മാറണം. ഈഗോ സമ്മതിക്കൂല, പക്ഷെ മലക്കുൽ മൗത്ത് അത് സമ്മതിക്കും, കൊണ്ടുപോകും. അതുകൊണ്ട് ആ ഒരു ഓർമ്മ നമ്മുടെ ഖൽബിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിക്കോട്ടെ, ഇല്ലേ? നമ്മളെ കൊണ്ടുപോകും, കൊണ്ടുവന്നിട്ട് അടക്കും. ഇവിടെ നാളെ കിടക്കുന്ന വീട് അല്ലാ ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്, നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര, ആരാരും ഇല്ലാത്ത വീട് അല്ലാ ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. നാട്ടുകാർ ചുമന്നിട്ട് കൊണ്ടുവെക്കും. അന്ന് ചിലപ്പോൾ വൈരാഗ്യം ഉണ്ടായിരുന്ന ആളും കൂടെ ഉണ്ടാവും. നീ എൻ്റെ അടുത്ത് മിണ്ടാത്തോന്നല്ലേ മാറിയിരിക്കാൻ നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോൾ അദ്ദേഹം ആയിരിക്കും മയ്യത്തും ചുമന്നിട്ട് വരുന്നത്, ഇല്ലേ? അതുകൊണ്ട് ആ ഒരു ഓർമ്മ ഉണ്ടാവട്ടെ വാപ്പമാര് നമ്മുടെ ഖൽബിൽ. പിന്നെ ഇതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കും. അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ റക്കെന്ന് പറഞ്ഞു. ഞാൻ സമാപനത്തിലേക്ക് വരികയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്ത ഈ കാര്യങ്ങള് മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്കൊന്ന് കടന്നു ചെന്നിട്ട് ഭാര്യയോട് മക്കളോട് പറയാ, പെണ്ണേ, എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ മക്കളെ ഒന്നരികത്തുവാ, മുത്തുനബി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് പഠിപ്പിച്ചു തരാ. ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് ഞാൻ അങ്ങ് വിട പറഞ്ഞ എന്റെ വസ്ത്രങ്ങൾ എന്റെ മക്കൾ ഊരി മാറ്റുമല്ലോ, എന്റെ പ്രിയപ്പെട്ടവർ ഊരി മാറ്റുമല്ലോ, എന്റെ സഹോദരങ്ങൾ കടന്നു വന്നിട്ട് ഊരി മാറ്റുമല്ലോ. അല്ലാഹുവേ, അങ്ങനെ എല്ലാവരും കൂടെ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമൂരി മാറ്റുമ്പോ എന്റെ ആത്മാവ് അവരോട് വിളിച്ചു പറയുമല്ലോ, മലക്കുൽ മൗത്തും കൂട്ടുകാരും കടന്നു വന്നിട്ട് എന്റെ ആത്മാവിനെ, എന്റെ ശരീരത്തിന്റെ ഞരമ്പുകളെ വലിച്ചു മുറുക്കിയിട്ട് കൊണ്ടുപോയതാണ്. എന്ത് വേദനയാ! അതുകൊണ്ട് നിങ്ങൾ എന്നെ പിടിച്ചു കുലുക്കല്ലേ. പക്ഷേ നമ്മളൊരാളും കേൾക്കൂല. അവിടെ എല്ലാവരും കൂടെ കടന്നു വരുന്നുണ്ട്.
ഇന്ന് ഷമീർ ദാരിമിയാണ് വിട പറഞ്ഞു പോയതെങ്കിൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കാ നമ്മുടെ മഹല്ല് പ്രസിഡന്റോ നമ്മുടെ ഉസ്താദുമാരോ ഇവിടെ ഇരിക്കുന്ന എന്റെ കൂട്ടുകാരോ എന്റെ ചെറുപ്പക്കാരോ ആരെങ്കിലും എന്റെ വീട്ടിലേക്കൊന്ന് കടന്നു വന്നിട്ട് ഒരു മറയിൽ കൊണ്ടുപോയിട്ട് എന്നെ കുളിപ്പിക്കാൻ കിടത്തുകയാണ്. എന്റെ കാലുമടക്കുമ്പോ എന്റെ കൈയുമടക്കുമ്പോ എന്റെ ശരീരം മടക്കുമ്പോ അവിടുന്ന് ആത്മാവ് പറയാ എന്നെ കൊലുക്കല്ലേ. എന്ത് വേദനയാണ്, എന്ത് വേദനയായത്. മലക്കുൽ മൗത്തും കൂട്ടുകാരും കടന്നു വന്നിട്ട് റൂഹ് പിടിച്ച വേദന അത് മാറിയില്ല. അതുകൊണ്ട് പിടിച്ചു കുലുക്കല്ലേ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അവസാനം ഇവിടെ ഇരിക്കുന്ന വാപ്പാ, എന്റെ പെങ്ങളെ, ചെറുപ്പക്കാരാ, വീടിന്റെ ഏറ്റവും വലിയ ഹാളില് ഒരു പായ വിരിച്ചിട്ട് 3 കഷണം തുണി വിരിച്ചിട്ട് നിന്നെ കിടത്താൻ കാത്തിരിക്കുകയാ. കൊണ്ടുവരുന്നുണ്ട്. ഇന്നലെ വരെ നടന്നവനാ, ഇന്നലെ വരെ സഞ്ചരിച്ചിരുന്നവനാട്. അങ്ങനെയതാ കൊണ്ടുവന്നിട്ടാ വെള്ളത്തുണിയിൽ കിടത്തുന്നുണ്ട്. കാല് പൊതിയുന്നു, അവിടുന്ന് അരഭാഗം പൊതിയുന്നു, തലഭാഗം പൊതിയാ നേരം ആത്മാവ് പറയാ എന്റെ മയ്യത്ത് പൊതിയുന്നവരെ ലാ തസുദ്ദ കഫന റഅസി ഹത്താ അറാ വജ്ഹ അഹ്ലി വഔലാദി ഫഇന്ന ഹാദാ ആഖിറു റുയതി. എന്റെ കാല് പൊതിഞ്ഞവരെ, എന്റെ അരഭാഗം പൊതിഞ്ഞവരെ, നിങ്ങൾക്ക് വരാൻ എനിക്ക് വരാനുള്ള അവസ്ഥയായത് എന്റെ തലഭാഗം നിങ്ങൾ പൊതിയല്ല. ആരു കേൾക്കാനാ? തലഭാഗം അവര് പൊതിയുകയാണ്. എല്ലാവരും കൂടെ മയ്യത്ത് പൊതിയുന്ന രംഗമൊന്ന് ആലോചിച്ചു നോക്ക്. മയ്യത്ത് പൊതിഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടിറങ്ങാൻ നേരം യാത്ര ചോദിക്കുകയാ. എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പറയുന്നവരാട്. മക്കളെ, വാപ്പ പോയിട്ട് മിഠായി കൊണ്ടുവരാ, വാപ്പ പോയിട്ട് എന്ത് വേണോ കൊണ്ടുവരാ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിട്ട് പോകുന്ന വാപ്പ ഇന്നവിടം എല്ലാവരോടും പറയാണ്. മക്കള് നിൽക്കുന്നുണ്ട്, ഭാര്യ നിൽക്കുന്നുണ്ട്, സഹോദരങ്ങൾ നിൽക്കുന്നുണ്ട്, കൂടപ്പുറപ്പുകൾ നിൽക്കുന്നുണ്ട്. എല്ലാവരോടും പറയാ ഞാൻ പോവുകയാ, ഇനി വീട്ടിലേക്ക് വരൂല, ഇനി തിരിച്ചു വരൂല, ഇനി തിരിച്ചു വരൂല. ആളുകൾ മയ്യത്ത് ചുമക്കാൻ നേരം പറയാ എന്നെ മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്നവരെ ഒന്ന് നിൽക്കാമോ? എന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്നാരോ കരയുന്നുണ്ട്. അതെന്റെ മക്കളാണോ? അതെന്റെ ഭാര്യയാണോ? അതെന്റെ ഉമ്മയാണോ? ആരോ വീടിന്റെ കത്തട്ടിൽ നിന്ന് കരയുകയാണ്. അവരുടെ കരച്ചില് ഞാനൊന്ന് കേൾക്കട്ടെ. മക്കള് കരയുമ്പോ മക്കളെ എന്തിനാണ് വാപ്പാന്റെ കുട്ടി ഇങ്ങനെ കരയുന്നത്? ഉപ്പാന്റെ കുട്ടി കരയാണോ? ഭാര്യ കരയും, എന്തിനാ മോളെ കരയുന്നത്? പ്രസവിച്ച വേദനയോടെ നൊമ്പരത്തോടെ കരയുന്ന ഉമ്മ കരയാണോ? ഒരാൾക്കും അവിടെ നിന്ന് മറുപടി കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇതിന്റെ ഇടയിൽ വരണം നമ്മൾ വിട്ടുപോയി. അവിടെ നിന്ന് മയ്യത്ത് അവിടെ നിന്ന് ഇറക്കാൻ നേരം ഈ ആത്മാവ് വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്. വതറക്തു ഔലാദി യുതമാ. ഞാനിവിടെ നിന്ന് പോവുകയാണ്. എൻ്റെ മക്കൾ ഇന്ന് മുതൽ അനാഥ മക്കളാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവള് വിധവയാണല്ലോ. ഏതെങ്കിലും ഒരു ഭർത്താവ് മരണപ്പെട്ട പെണ്ണ് വീടിന്റെ പുറത്തിറങ്ങിയ അവള് മോശമായ പെണ്ണാന്ന് പറയല്ലേ, അവള് കുറ്റക്കാരിയെന്ന് പറയല്ലേ, അവരെ കളിയാക്കല്ലേ. ഇത് റബ്ബിന്റെ വിധിയല്ലേ. ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് അവൾ ഒരിക്കലും മോശമാകൂല.
അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇന്ന് മുതൽ എൻ്റെ മക്കൾ അനാഥ മക്കളാ. എൻ്റെ പ്രിയപ്പെട്ടവര് അറുമില. എൻ്റെ പ്രിയപ്പെട്ടവൾ ഇന്ന് മുതൽ വിധവയാ. അവളെ കളിയാക്കല്ലേ. എല്ലാം പറഞ്ഞിട്ട് അവസാനം കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് യാത്ര തിരിക്കുകയാണ്. ഇന്ന് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുമ്പോ ആ ചുമക്കുന്നവരെ വിളിച്ചിട്ട് പറയാ, ഫലാ തഗുറന്നകുമുദ്ദുനിയാ കമാ ഗറതനീ. എന്നെ ചുമന്നുകൊണ്ട് പോകുന്നവരെ എന്നെ ദുനിയാവ് ചതിച്ചിരിക്കുകയാണ്. നിസ്കരിക്കാൻ അവസരം കിട്ടിയതാ, നിസ്കരിക്കാൻ അവസരം കിട്ടിയതാ, വഅദ് കേൾക്കാൻ അവസരം കിട്ടിയതാ, സ്വലാത്തുകൾ ചൊല്ലാൻ അവസരം കിട്ടിയതാണ്. പക്ഷേ അതൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. അതുകൊണ്ട് എന്നെ മയ്യത്ത് ചുമക്കുന്നവരെ ഫലാ തഗുറന്നകുമുദ്ദുനിയാ കമാ ഗറതനീ. എന്നെ ദുനിയാവ് ചതിച്ചതുപോലെ, എന്നെ ദുനിയാവ് എന്നെ വഞ്ചിച്ചതുപോലെ നിങ്ങളെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം എല്ലാവരോടും അവിടെ നിന്ന് മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിൽ വെച്ച് നിസ്കരിച്ചിട്ട് നമ്മളിൽ ചില ആളുകൾ മയ്യത്ത് കബറടക്കാൻ നിൽക്കാറില്ലല്ലോ. പള്ളിയിൽ നിന്ന് പെട്ടെന്നിറങ്ങുമ്പോ ആത്മാവ് ചോദിക്കുന്നു, എവിടെ പോവാ? ഇന്നലെ വരെ എനിക്ക് തിരക്കുണ്ടായിരുന്നു, ഇന്നലെ വരെ എനിക്ക് കച്ചവടമുണ്ടായിരുന്നു, ഇന്നലെ വരെ എനിക്ക് പല പല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നെനിക്ക് തിരക്കില്ല, ഇന്നെനിക്ക് കിടക്കാനുള്ളൊരു വീടുണ്ട്. ആ വീട് കാണാതെ നിങ്ങൾ പോകല്ലേ എന്ന് പറയുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടില്ല. അവസാനം പള്ളിപ്പറമ്പിൽ കൊണ്ടുവച്ച് മണ്ണിട്ട് മൂടുമ്പോ, മൂടിയിട്ടെല്ലാവരും പിരിയുമ്പോ മക്കളെ വിളിക്കുന്നു, മക്കളെ വനഅ്ദു ഫീ ഗുർബത്തിനാ. മക്കളെ, ഉമ്മ ഖബറിൽ ഒറ്റക്കാണ്, വാപ്പ ഖബറിൽ ഒറ്റക്കാണ്, ഇവിടെ കൂരിരുട്ടാണ്. ഉമ്മാനെ മറക്കല്ലേ, വാപ്പയെ മറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നവരുണ്ട്. സഹോദരങ്ങളെ, ആ ചിന്തകൾ നമ്മുടെ ഖൽബിലുണ്ടോ? ഖബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയോ? സുബ്ഹാനല്ലാഹ്. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ, നമുക്കുള്ള നേത്രം 2. അത് കണ്ടു കരയാനോ ഒരാളവർക്കില്ലേ? കാണുന്ന മാർഗമടഞ്ഞതത്ഭുതം അല്ലേ? പടച്ചവനെ എല്ലാവരും ഒഴിവാക്കുകയാണ്. മക്കള് പോവുകയാണ്, വാപ്പ പോവുകയാണ്, ഭർത്താവ് പോവുകയാണ്, ആരുമില്ലല്ലോ. അതുകൊണ്ട് അവർ ഓർമ്മകൾ ഖൽബിലൂടെ കൊണ്ടുവന്ന് ജീവിതം മെച്ചപ്പെടുത്തണേ സ്വഹാബാ. നിങ്ങൾക്ക് സകലമാന അമലുകളും ചെയ്യാൻ പറ്റണോ? ഉദ്കുരിൽ മനിയാ. മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിലൂടെ കൊണ്ടുവരണമെന്ന് പറയുന്നത് ലോകത്തിന്റെ മുത്താണ്. അവിടെ നിന്നതാ 1 മണിക്കൂറും 40 മിനിറ്റുമായി നമ്മളിവിടെ വഅദ് പറയുമ്പോ എന്റെയും നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ ഓർമ്മ, അല്ലാഹുവേ നാളെ ഞാനില്ല എന്നായിരിക്കണം. അതിലൂടെ അമൽ ചെയ്യാനായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പൊരുത്തപ്പെട്ട് തരട്ടെ. എപ്പം മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി വിട പറയാ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരുപാടൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെയായി നല്ല നസീഹത്തുകൾ നിങ്ങൾക്ക് ഇവിടെ നടക്കും. നമ്മൾ പറയുന്നതൊക്കെ നമ്മൾ വാലിനെ വിലയിരുത്തലല്ല, വാല് കൊള്ളായിരുന്നു പാട്ടുപാടിയതൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിക്കുക, ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. അതിനുവേണ്ടി അള്ളാഹു എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം അള്ളാഹു നന്നാക്കി തരട്ടെ. ആമീൻ പറയും. ഇൻഷാ അല്ലാഹ് നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ദുആ ചെയ്യാനും
പാപ്പമാരൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട്, ബുദ്ധിമുട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഫ്രണ്ടിൽ വരും, എഴുന്നേറ്റ് വരും എല്ലാവരും ഇൻഷാ അല്ലാ. എല്ലാവരും ഒന്ന് വരും ഇൻഷാ അല്ലാ. എല്ലാ ചെറുപ്പക്കാരും ഇങ്ങോട്ട് പോരി. താൻ്റെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നമുക്ക് ഒരുമിച്ച് നമുക്ക് ദുആ ചെയ്യാം. ഇന്നടുത്തോട്ട് ഇന്നോളി. അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും വരും. വാപ്പാര് വഴിയിലൊന്നും ആരും വേണ്ടതാ, കടൽ പോലെ സ്ഥലം കിടക്കുക അവിടെ. അള്ളാഹു തല സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങോട്ട് പോരി, വരും വാപ്പാര് ഇൻഷാ അല്ലാ. അള്ളാഹു സന്തോഷം നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല മനസ്സോടുകൂടി ഇപ്പോൾ നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം. കാരണം ചില ആളുകൾ ഇപ്പം ഞാനിപ്പോൾ ആദ്യം മുസാബഹത്ത് ചെയ്താൽ ചിലർ ആദ്യം എന്ത് ചെയ്യും, ദുആക്ക് മുമ്പ് പോകുന്നവരുണ്ടാവും. നമുക്ക് അനുഭവമാണല്ലോ, അതുകൊണ്ട് പറയാം. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് ഇൻഷാ അല്ലാ ദുആ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളാരും വെറുപ്പിക്കാനോ നിങ്ങൾ ചെയ്തേ പറ്റുമെന്ന് പറയാൻ വേണ്ടി വന്നതല്ല. ദുആ കഴിഞ്ഞിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിലൊരു ഹദിയ ഇൻഷാ അല്ലാ എൻ്റെ കയ്യിൽ തന്നിട്ട് നമുക്ക് ഈ ബക്കറ്റിലേക്ക് ഇടണം. അതുകൊണ്ട് നിങ്ങൾ ഇൻഷാ അല്ലാ നിങ്ങളൊന്ന് എടുത്ത് പിടിച്ചിരുന്നാൽ മതി കയ്യിൽ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മുസാബത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ പറയും. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. എന്താണോ ഉള്ളത് നല്ലൊരു നിയ്യത്ത് നമ്മുടെ ഈ ദുആയുടെ ഇടയിൽ